ABCDEFG എന്ന മട്ടിൽ വിചിത്രമായ പേരുകളിലെ അച്ഛന്മാർ, വട്ടപ്പൂജ്യം വീട്ടു നമ്പറുകൾ, ഇരട്ട വോട്ടുകൾ, ഡ്യൂപ്ലിക്കേറ്റ് എന്നിങ്ങനെ ഇപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, രാജ്യത്തിന്റെ ഡെമോക്രസി ആസൂത്രിതമായി കഴിവിലേറ്റപ്പെടുന്ന സത്യസാക്ഷ്യങ്ങൾ, വാർത്താസമ്മേളനങ്ങൾ. ഈ രാഹുലല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ ഒറ്റപ്പെട്ട് കഷ്ടപ്പെടുന്ന പോരാട്ട നാളുകളിലാണ്. ആ പോരാട്ടം ഏറ്റെടുത്ത് വീട് വീടാനന്തരം വിരമ്പേണ്ട കാലത്താണ്. ഓരോ പ്രവർത്തകനും തെരുവിലോരോ തീപ്പണ്ടമാകേണ്ട ഒരു രാഷ്ട്രീയ കാലത്താണ്. കോൺഗ്രസിന്റെ യുവസംഘടന അതിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത നാണക്കേടിൽ ക്രൂരമായ പീഡന പരാതികൾ, നേതാവിന്റെ മുഖം നഷ്ടമാവൽ, രാജിവെക്കൽ, അധ്യക്ഷൻ തന്നെ മനോവീര്യം കഴിവിലേറ്റിക്കൊന്ന് പ്രേതരൂപിയാക്കിയ സംഘടന ഇന്നും ഉയർത്തമിട്ട് കാണാനില്ല. ഏതു ചർച്ചയിലും വാക്കുമൂർച്ചയിൽ മാത്രമല്ല, അടുത്ത കാലത്ത് ഏറ്റവും ഗ്രോത്ത് റേറ്റ് ഉള്ള പ്രോമിസിംഗ് ആയ അപ്കമിംഗ് ആയ ഒരു നേതാവ് അടൂരിൽ നിന്ന് വണ്ടി കയറി വന്നിട്ടും പാലക്കാട്ടെ മനുഷ്യർ കൈവെള്ളയിൽ കൊണ്ടു നടന്ന് ചരിത്ര ഭൂരിപക്ഷത്തിന് നിയമസഭയിലേക്ക് അയച്ച നേതാവിനോട് ഉയർന്ന ചോദ്യങ്ങളിൽ നീയൊക്കെ ആരാടാ എന്നോട് ഇതൊക്കെ ചോദിക്കാനെന്ന അഹങ്കാരത്തിന്റെ പരിഭാഷാ വർത്താനം, ഹൂ കേസ് എന്ന് ധാർഷ്ട്യത്തിന് അയാൾ തകർത്ത് കളഞ്ഞ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരും വിലാപങ്ങളും കാലവും കൊടുക്കുന്ന മറുപടിയാണ് രായ്ക്കുരാമാനം വക്കീൽ ഓഫീസിൽ പോയി വക്കാലത്തും കൊടുത്ത് നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതെ പൊനത്തിൽ കയറി വാലും ചുരുട്ടി നാണം കെട്ട ഒളിച്ചുകളി. പുത്തൻ കാലം, പുതിയ മോറൽ സംവേദനങ്ങൾ. ശരിയാണ്, ഒരേ സമയം പല ബന്ധങ്ങൾ, കിടപ്പറ സ്നേഹങ്ങൾ പുതിയ കാലത്തിൽ ആനക്കാര്യമല്ല. പക്ഷേ മനുഷ്യൻ മനുഷ്യനോടൊന്നല്ല, അവന്റെ സഹജീവിയോട് കാണിക്കേണ്ട ഒരു എമ്പതിയുണ്ട്. എമ്പതിയില്ലായ്മയുടെ ദയാർഹിത ശബ്ദം സകല ന്യായവാദ ക്യാപ്സുകൾക്ക് മുകളിൽ ഉയർന്നു കേൾക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൊട്ടോറിയസ് എപ്പിസോഡിന്റെ കളങ്കിതമായ ദുരന്തമാക്കി. ആ ഭ്രൂണഹത്യയിൽ ശരീരം മാത്രമല്ല, വൈകാരികമായി അങ്ങേയറ്റം തരിപ്പണമായി ഫ്രജയിലായി നിൽക്കുന്ന ഒരു പാവം പെങ്കൊച്ചിനോട് തന്തയില്ലാത്ത കൊച്ചെന്നും ഞാനില്ല നീയങ്ങ് ഉണ്ടാക്കുന്ന തെറിവിളിക്കാനും അങ്ങേ തലക്കൽ തകർച്ച പറഞ്ഞ് വാവിട്ട് കരയുന്ന ഒരു പെണ്ണിനോട് ഡ്രാമ കളിക്കല്ലേ എന്നൊക്കെ അധികാരത്തിലിരിക്കുന്ന ഒരുത്തൻ ആർദ്രതയില്ലാതെ പറയുന്നെങ്കിൽ അതിലുള്ളത് ക്രിമിനാലിറ്റിയാണ്. MLA സീറ്റ് ഇരിക്കാൻ യോഗ്യതയില്ലാത്ത മനസാക്ഷി വിരുദ്ധത. എനിക്ക് നിന്നിൽ കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് ഗർഭിണിയാക്കാനും അത് കഴിഞ്ഞ് കുഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് അബോർഷൻ ഗുളികയിൽ കലക്കി തരാതരം പറയാൻ വികാരങ്ങളെ ഇടം ബലമിട്ട് അമ്മാനമാടാ പെണ്ണെന്താ മജ്ജയും മാംസവും ഇല്ലാത്ത ചൈനീസ് നിർമ്മിത സിലിക്കൺ സെക്സ്പാവയാണോ മാങ്കൂട്ടമേ? തോന്നിയവാസ കളിക്ക് തന്റെ കളിക്കോപ്പാണോ? ഇക്കണ്ട മര്യാദഘട്ട പണി അത്രയും ചെയ്തിട്ട് അതെന്റെ ഗർഭമല്ല, പെൺകുട്ടിയുടെ ഭർത്താവിന്റെ ബാധ്യത, ഗുളിക കൊടുത്തൊരു തെളിവുണ്ടോ, ആരെങ്കിലും കണ്ടവരുണ്ടോ തുടങ്ങി ടെക്നിക്കാലിറ്റിയിൽ മുക്കിപ്പൊരിച്ച ഊളൻ ന്യായങ്ങൾ വാങ്ങിയ കാശിന് കൂറ് കാണിക്കുന്ന വക്കീൽ ബുദ്ധി കൊണ്ട് പുഴുങ്ങി തിന്നണം. ആ പെൺകുട്ടിയെ പിന്നെയും സ്ലട്ട് ഷേമിംഗിൽ തെരുവിൽ അധിക്ഷേപിക്കുന്ന PR സൈബർ പടയും രാഹുൽ ഈശ്വറിനെയും കണ്ട് കോൾമയിർ കൊള്ളാതെ ഒളിച്ച പുറത്തിൽ നിന്ന് പുറത്തുവാ. ചെയ്തു കൂട്ടിയ അധർമ്മപ്പടികൾ ആവർത്തിക്കില്ലെന്ന് വോട്ടർമാരോടെങ്കിലും സമസ്താപരാധം പറയണം. ഇല്ലെങ്കിൽ ഇനിയും ഹൂക്കേസ് ധാർഷ്ട്യമാണെങ്കിൽ കയ്യാവ് മാത്രമല്ല, രാഹുലെ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ വനവാസകാലം, അകാലത്തിൽ കൂമ്പടഞ്ഞൊരു വിനാശകാലമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. എല്ലാവരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് KPCC പ്രസിഡന്റ് നേരത്തെ നടപടി പ്രഖ്യാപിച്ചതും ഇപ്പോഴുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും. ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരായി 2 പ്രാവശ്യം നടപടിയെടുക്കാൻ പറ്റും. ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല. പാർട്ടി എന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു. അപ്പുറത്ത് മുകേഷിൻ്റെ പേരിൽ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുക. മുകേഷ് എന്ന് പറഞ്ഞ സിനിമാ നടനും കൊല്ലം MLA മുകേഷിൻ്റെ പേരിൽ ഇതിനേക്കാൾ വലിയ കേസ് കിടക്കുക. പാർട്ടി സസ്പെൻഡ് ചെയ്തോ, നടപടിയെടുത്തോ? എന്താ മുകേഷിനെന്താ പ്രത്യേകിച്ച് വലിയ മാന്യത വല്ലതും ഉണ്ടോ? രണ്ടും ചെയ്ത പ്രവൃത്തിയൊന്നും തന്നെയാണ്. രണ്ടും സ്ത്രീകളുടെ മേലെയുള്ള കളി ആര് കളിച്ചാലും ശരിയല്ല. അത് മുകേഷാണെങ്കിലും മാങ്കൂട്ടാണെങ്കിലും. മുകേഷിനെ പോലെ ഒരു MLA ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് പോലും MLA സ്ഥാനം രാജിവെക്കാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നപ്പോൾ മാത്രം ധാർമ്മികതയും പറയുന്നതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് ആ പത്രം മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. നിരപരാധിത്വം രാഹുൽ തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ല. കോൺഗ്രസിൻ്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാജിവെക്കണമെന്നാണോ വേണ്ടെന്നാണോ? കേരളം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ ഒരു ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു MLA സംബന്ധിച്ചോ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോ ഇതുപോലൊരു അഭിപ്രായം എവിടുന്നും ഉയർന്നു വന്നിട്ടില്ല. ഈ പ്രശ്നം ഉയർന്നു വന്നിട്ടില്ല. ശ്രീ രാജു P. നായർ, ശ്രീ VK സനോജ്, ശ്രീ PR ശിവശങ്കർ, ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ചർച്ചയിൽ ആദ്യം ഞാൻ ശ്രീ രാജു P. നായർ. ശ്രീ രാജു P. നായർ, ഇവിടെ എല്ലാ ബൈ ഇലക്ഷനും ജയിച്ച് തദ്ദേശത്തിലേക്കും നിയമസഭയിലേക്കും വളരെ കോൺഫിഡൻ്റായി മുന്നോട്ട് പോകുന്ന കാലത്താണ് നിങ്ങൾക്ക് മുകളിലേക്ക് അശനിവാദം പോലെ ഈ രാഹുൽ മാങ്കൂട്ടം ബോംബ് വന്ന് പതിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ അറിയാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ അത് കേസായി ആരോപണമായി പുറത്തു വരുന്നു. സസ്പെൻഷൻ നിങ്ങൾ എടുത്തു എന്ന് പറയുമ്പോഴും നിങ്ങൾക്കിടയിൽ രാഹുലിനെ തള്ളണോ കൊള്ളണോ എന്ന കൺഫ്യൂഷൻ എവിഡൻ്റ് ആയിരുന്നു അപ്പോഴും ഇപ്പോഴും. ഇന്നത്തെ വീക്ഷണം ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ഉദാഹരണമാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്താണ് മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമുടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യയുടെയും ലക്ഷ്യം.
വിഷം തീണ്ടാതിരിക്കാൻ സർപ്പത്തെ ചാടിക്കടക്കാം, അല്ലെങ്കിൽ 10 തകർത്ത് കൊല്ലുക, അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്ന രാഹുൽ കൊടുക്കുന്ന ആഹ്വാനമാണ് ഇന്നത്തെ പാർട്ടി പത്രത്തിന്റെ മുഖപ്രസംഗം. രാജീവ് പി നായർ, ഇനിയും നിങ്ങൾക്ക് എന്താണ് രാഹുലിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആണോ? ആ കൺഫ്യൂഷൻ നിങ്ങളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന ബോധ്യമുണ്ടോ പാർട്ടിക്ക്, രാജീവ് പി നായർ? ഹാഷ്മി, മാധ്യമങ്ങളുടെ ഈ വിഷയത്തിലുള്ള പ്രതിസന്ധി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ആരോപണം ഉന്നയിച്ചു കഴിയുമ്പോൾ എഴുതി തയ്യാറാക്കിയ ഒരു പരാതിയോ FIR പോലും ഇല്ലാതിരിക്കുമ്പോൾ, ആരോപണ വിധേയൻ്റെ പേര് പോലും ആ പരാതിയിൽ പറയാതിരിക്കുമ്പോൾ, സ്വയം പാർട്ടിക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നടപടിയെടുത്ത ഒരു പാർട്ടിയെ നിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല ധാർമ്മികമായ നിലപാട് അതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചർച്ചകൾ നടത്താൻ പറ്റില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായി, പാർട്ടിയുടെ എല്ലാ രക്ഷാകർത്തൃത്വവും അവസാനിച്ചു. പിന്നെ നിങ്ങൾക്ക് ചോദ്യം രാഹുലിനോടാണ്. നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം മുഴുവൻ രാഹുൽ മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ്. പക്ഷെ രാഹുൽ വന്ന് മറുപടി പറയാനില്ലാത്തപ്പോഴും, രാഹുലിന് അത്തരത്തിൽ മറ്റാരും വന്ന് മറുപടി പറയാനില്ലാത്തപ്പോഴും നിങ്ങൾക്ക് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിനെ ആരോപിച്ചേ മതിയാവൂ. അത് നിങ്ങളുടെ പ്രതിസന്ധിയാണ്, മറ്റു മാർഗമില്ല. കാരണം നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്തേ പറ്റുള്ളൂ. രാജു പി നായർ, മാധ്യമങ്ങളുടെ പ്രതിസന്ധി നിൽക്കട്ടെ, നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ചാണ് ചോദ്യം. രാജു പി നായർ, ഇവിടെ ശരി സസ്പെൻഷൻ എടുത്തു എന്ന് പറയുമ്പോഴും നിങ്ങളുടെ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ നമ്മൾ കണ്ടില്ലേ? ശബ്ദം AI ആണെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് അടൂർ പ്രകാശ് MP ആയിരുന്നില്ലേ? ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ എന്താണ് കെ സുധാകരനെ ചേർത്ത് പിടിക്കുന്ന പ്രതികരണം കണ്ടില്ലേ? രാജു പി നായർ, പാർട്ടി മുഖപത്രത്തിന്റെ മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ പാർട്ടി നിലപാടാണ് അല്ലേ? അതാണ് എന്റെ ചോദ്യം. അശ്മി, ഞങ്ങളുടെ പാർട്ടി, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങളിപ്പോൾ 2-3 അഭിപ്രായം പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇതൊന്നുമല്ല. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള സ്ഥലം തന്നെയായിരുന്നു ഉമാ തോമസിന്റെ, ദീപ്തി മേരി വർഗീസിന്റെ, ഷാനിമോൾ ഉസ്മാന്റെ, അതുപോലെ തന്നെ സജ്ന ഷാജി, ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായ സജ്ന ഷാജി ഉൾപ്പെടെ ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള അഭിപ്രായമായിരുന്നു. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു വിഷയം വന്നാൽ ഒരു പക്ഷേ 2 അഭിപ്രായം ഉണ്ടാവും. അത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ കുറെ കൂടി ജനാധിപത്യപരമായിട്ട് എഴുതാൻ പാർട്ടിക്ക് നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ഞങ്ങൾക്കുണ്ട്. മറിച്ച് ഞാൻ ചോദിക്കട്ടെ, PK ശശിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഒരു മനുഷ്യൻ, ഒരൊറ്റ ഒരാൾ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് കാണിക്കുന്നത് തെമ്മാടിത്തരമാണെന്ന് പറയാനുള്ള നട്ടലുണ്ടായോ? ആർജവം ഉണ്ടായോ? ഇല്ലല്ലോ. പകരം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് ഉൾപ്പെടെ ഈ തീവ്രത അളക്കുന്ന മെഷീനായിട്ട് ഇറങ്ങി നടക്കുന്നതല്ലേ നിങ്ങൾ കണ്ടത്? നമ്മുടെ ഒപ്പം ചർച്ചയ്ക്ക് ഹാഷ്മി തൃശ്ശൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരനുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്? അങ്ങേക്കും എനിക്കും അറിയാം ഒരു സ്ത്രീയുടെ പരാതിയിൽ നിന്നാണെന്ന്. ആ പരാതി പാർട്ടി നടപടിയെടുത്തു, പോലീസിലേക്ക് കൈമാറാനുള്ള ധാർമ്മിക ബലം ഇവർക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ എത്ര കേസുകൾ എനിക്ക് പറയാം. P ശശിയുടെ കേസ് എന്താ ഇല്ലേ? അപ്പോൾ ഞാൻ ഒരിക്കലും വാട്ടർ ബോട്ടറിലേക്ക് പോകുന്ന ആളല്ല, ഹാഷ്മിക്ക് അറിയാം. പക്ഷേ ഞാൻ ഇന്ന് CPM-നോട് ചോദിക്കുന്നത്, ഞങ്ങൾ നടപടിയെടുത്തതിന്റെ ധാർമ്മിക ബലത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ആ നടപടിയെടുത്തതിന്റെ ധാർമ്മിക ബലത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ പാർട്ടിക്കകത്ത് വിഭിന്ന അഭിപ്രായമുണ്ടെന്ന് അങ്ങ് പറയുമ്പോഴും പാർട്ടിയുടെ നയം വളരെ വ്യക്തമായിട്ട് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏതൊരാളാണെങ്കിൽ ശരി, അയാൾ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള, അയാളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവാം. ആ സൗഹൃദങ്ങളൊക്കെ നാളെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇല്ലാതിരിക്കണം. ആരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പാലക്കാട് കാണുന്നു എന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. കേരളത്തിന്റെ മന്ത്രി ശിവൻകുട്ടി എന്താ പറഞ്ഞത്? ശിവൻകുട്ടി അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല, അദ്ദേഹത്തിനൊരു കേസില്ല, പിന്നെ ഞാൻ എങ്ങനെ മാറ്റി നിർത്തും എന്ന് ചോദിക്കുന്ന കൺഫ്യൂഷൻ ഞങ്ങളിലല്ല, ഇന്ന് CPM-ലാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ തടയാൻ നടന്ന CPM-കാർക്ക് തടയാൻ പറ്റാതെ പോയതും ശിവൻകുട്ടി അദ്ദേഹത്തെ തന്നെ ന്യായീകരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ട്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു, ഈ ആളെ നിയമത്തിന്റെ മുന്നിലേക്ക് വിടുകയാണ്. ഞങ്ങളുടെ യാതൊരു രക്ഷാകർത്തൃത്വവും ഇല്ല, ഞങ്ങളൊരു പൊളിറ്റിക്കൽ കോൺസ്പിറസി ഞങ്ങൾ പറയുന്നില്ല. ഇത് മറ്റു വിഷയങ്ങൾ പോലെ പക്ഷേ ഇത് മറ്റു വിഷയങ്ങൾ പോലെ 2 നിലപാട് ഉണ്ടാവേണ്ട ഒരു വിഷയമല്ല. ഇത് എവിഡന്റായി ഒരു പെൺകുട്ടിയോട് ഒരു യുവ നേതാവ് കാണിച്ചുകൂടാത്ത അധാർമിക പണി, അതിന് നിയമവശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കോടതിയിൽ ജയിക്കുവോ തോക്കുവോ, ഈ പറയുന്ന ശാസ്ത്രമംഗലം അജിത്തിന്റെ കൂർമ്മബുദ്ധി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് വളരെ എവിഡന്റായി എല്ലാവർക്കും ബോധ്യപ്പെട്ട, എല്ലാവരെക്കാളും പാർട്ടിയുടെ നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാവിനടക്കം കൂടുതൽ ബോധ്യപ്പെട്ട കാര്യമാണ്. അതിൽ 2 നിലപാട് വരേണ്ട കാര്യമില്ല, ഒരു നിലപാട് മതി. നിങ്ങൾ മുകേഷ് അടക്കം വാട്ടർ ബോട്ടറിൽ പോകേണ്ട കാര്യമില്ല. രാജു പി നായർ, ഇതിൽ പ്രതിപക്ഷ നേതാവിനും താങ്കൾക്കും അടക്കമുള്ള ബോധ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ അണികളെ പറ്റി പോട്ടെ, നിങ്ങളുടെ നേതാക്കൾ കെ സുധാകരൻ അടക്കം, അടൂർ പ്രകാശ് അടക്കം, ആ നേതാക്കളെ പോലും VD സതീശന്റെ ബോധ്യം പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പരാജയമല്ലേ അത്?
ഹാഷ്മി, വാട്ടർ ബോട്ടറി പോട്ടെ, ഞാൻ അത്തരത്തിലുള്ള ആരോപണം ഞാൻ എന്താ പറയുന്നത്, ഞങ്ങൾ നടപടി എടുക്കാതിരിക്കാനുള്ള ന്യായീകരണമാണ് വാട്ടർ ബോട്ടറി അല്ലേ? ഞങ്ങൾ നടപടി എടുക്കാതിരിക്കാനുള്ള ന്യായീകരണമാണ് വാട്ടർ ബോട്ടറി. ഞങ്ങൾ നടപടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ധാർമ്മികമായിട്ടുള്ള നിലപാടെടുത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ മാതൃക കാണിച്ചു, നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഹാഷ്മിക്ക് ഓർമ്മയില്ലേ, ഈ മുകേഷിനെതിരെ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ അഭിമുഖത്തിൽ ആ മുകേഷിന്റെ ആദ്യത്തെ ഭാര്യ വന്ന് ദേഹോപദ്രവ, ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ മുകേഷിനല്ലേ 2016 ഇവർ സീറ്റ് കൊടുത്തത്? 2021 മുമ്പായിട്ട് വീണ്ടും ആ ആരോപണം ഉണ്ടായല്ലോ. മറ്റു പരാതി 2018 മീറ്റുവിന്റെ ഭാഗമായിട്ടുണ്ടായല്ലോ. ആ മുകേഷിന് വീണ്ടും അവർ സീറ്റ് കൊടുത്തില്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പുതിയ പരാതി വരുന്നു, പോലീസ് അറസ്റ്റ് ഉൾപ്പെടെ എല്ലാം ഉണ്ടായത്. എന്നിട്ട് 2024 വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചില്ലേ? ഞങ്ങൾ ഒരു MLA ആയിട്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മറ്റു വശങ്ങൾ മാറി നിൽക്കട്ടെ, പക്ഷെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പോലെ ഒരു പ്രോമിസിംഗ് ഫേസിനെ ഞങ്ങൾ ഒരു ന്യായീകരണവും പറയാതെ ഞങ്ങൾ നടപടിയെടുത്തു. എന്നാ ആരോപണം ഉന്നയിക്കുന്ന അന്ന് ഈ പേര് പോലും പറയാതിരുന്നിട്ടും 24 മണിക്കൂറിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ഞങ്ങൾ മാറ്റി നിർത്തി ഇല്ലേ? എന്നിട്ട് ഞങ്ങൾ ചോദിക്കുമ്പോൾ വാട്ടർ ബോട്ടറി അല്ല, ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുകയാണ്. CPM-ന്റെ ആ ഇരട്ടത്താപ്പ് ഞങ്ങൾ തുറന്നു കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞു. അപ്പോ അത്തരത്തിലുള്ള നടപടി എടുത്തിട്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ CPM-ന് കഴിയുന്നില്ല. ഇന്ന് കൺഫ്യൂഷൻ എവിടെയാ ഹാഷ്മി? EP ജയരാജൻ പറയുകയാണ് മുകേഷ് സിനിമയിലല്ലേ, സിനിമയിൽ ബലാത്സംഗ സീനിനെ കുറിച്ചല്ലല്ലോ പരാതി വന്നത്. മുകേഷ് അഭിനയിച്ച ഏതെങ്കിലും സിനിമയിൽ ബലാത്സംഗ സീനാണോ പരാതിക്ക് ആധാരം? അല്ലല്ലോ. മുകേഷ് ആദ്യമായി അത് കേസോട് നിൽക്കുക, അത് വന്നിട്ടില്ല. മറ്റൊരാള് കൊടുത്ത പരാതി ഉൾപ്പെടെ ഈ സർക്കാരിന്റെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസല്ലേ? അപ്പൊ ഞങ്ങൾക്കത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഇനി P ശശി നോക്കൂ, കാസർഗോഡ് MLA-യുടെ മകൾ അവസാനം ആ കാസർഗോഡ് MLA മരിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? എന്റെ ജീവിതം നശിപ്പിച്ചത് ഈ പാർട്ടിയാണെന്നാ പറഞ്ഞത് അല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതം പോലും തകർക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇന്ന് അയാൾ എവിടെ ഇരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുകയാണ്. മനസ്സിലായില്ലേ? PK ശശിക്കെതിരെ ഇപ്പൊ കാലുവെട്ടം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈ പാർട്ടിക്കെതിരെ വന്നുകൊണ്ട് അല്ലെങ്കിൽ വിഭാഗീയത കൊണ്ട്. പക്ഷെ ഇയാൾ പെണ്ണിനെ കയറി പിടിച്ചപ്പോ, ആ DYFIയുടെ യുവതി പരാതി കൊടുത്തപ്പോ ആ പരാതി മുക്കിയവരാണ് ഇവർ. പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാതെ പരാതി മുഖ്യവരാണ്. എന്നിട്ട് അയാളെ KTDCയുടെ ചെയർമാനായിട്ട് ശരി, അങ്ങനെ പഴയ കാലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാട്ടർ ബോട്ടിൽ പറയുന്നത് നമ്മുടെ ഗതികേടാണ്. പ്രമോഷൻ കൊടുക്കുന്ന പാർട്ടിയും CPM. അതിന് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയൽ നമ്മുടെ ഗതികേടാണ്. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ സനോജ്, ഇവിടെ വാട്ടർ ബോട്ടിൽ ഇക്കാര്യത്തിൽ നിന്നല്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾ നടപടി എടുത്തതിന് ശേഷമാണ് പറയുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ കാണിച്ച ധാർമ്മികത കാണിക്കാൻ CPM-ന് പറ്റുമോ? ഓക്കെ, സനോജിനോട് ചോദിക്കാം. ഈ ആരോപണം ഉന്നയിച്ച് നടക്കാനുള്ളത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ സനോജ്, ഈ വാട്ടർ ബോട്ടിൽ ഇക്കാര്യത്തിൽ നല്ല ഒരു കാര്യത്തിൽ ശരിയല്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ വല്ലാതെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ശരിയേ അല്ല. എങ്കിലും ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് കേസ് വരുന്നതിന് മുമ്പ് ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു, പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു. അതേസമയം ലൈംഗികാതിക്രമ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട മുകേഷ് MLA-ക്ക് സംരക്ഷണം ഒരുക്കുന്നവർ, മുഖ്യമന്ത്രിയുമായി വേദിയിലിരുത്താൻ ഒരു പ്രശ്നവും കാണാത്തവർ, ഭഗവാന്റെ മുതലുകെട്ട കേസിൽ അകത്ത് കിടക്കുന്ന ഒരു മുൻ MLA-ക്ക് പ്രതിരോധം തീർക്കുന്നവർ, ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ ഉപദേശിക്കാൻ എന്താണ് അർഹത എന്ന് വീട് ചോദിക്കുന്നത് വാട്ടർ ബോട്ടറി ആണെങ്കിലും സാങ്കേതികമായി ശരിയല്ലേ ശ്രീ VK സനോജ്? ഹാഷ്മി, ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, ഈ കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഏറ്റവും ക്രൂരമായ പീഡനത്തിൻ്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു MLA സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പെൺകുട്ടിയുമായിട്ടുള്ള പ്രശ്നമല്ല, ഇപ്പോൾ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ചിലപ്പോൾ അവരുടെ ബന്ധത്തിൽ വരുന്ന മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയെല്ലാമുള്ള നിലയിലേക്ക് ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ഹാഷ്മി. നിങ്ങളുടെ ഈ 24-ൽ തന്നെ വേറൊരു പെൺകുട്ടിയുടെ ബൈറ്റ് നിങ്ങൾ നേരത്തെ കേൾപ്പിച്ചല്ലോ. ഹാഷ്മി അത് മറന്നുപോയോ? ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയുണ്ട്? എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി പരാതിയുമായിട്ട് രംഗത്ത് വരാത്തത്? ആ പെൺകുട്ടിയുടെ കഥ വേറെയുണ്ട്. തിരുവനന്തപുരത്ത് വേറൊരു കഥ ഇപ്പോൾ കേൾക്കുന്നു. ഇങ്ങനെ വിവിധ ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയൊക്കെ ഭാരവാഹികളായിട്ടുള്ള നിരവധി പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചു എന്ന് ചില വിവരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കൃത്യമായ തെളിവും പരാതിയും പുറത്തേക്ക് വന്നിട്ട്, തെളിവുകൾ വന്നു പക്ഷേ പരാതിയായിട്ട് വന്നിട്ടില്ല. ഈ പരാതി വരുന്ന ഘട്ടം വരെ കോൺഗ്രസിൻ്റെ ഈ രാജു P. നായരെ പോലുള്ള വക്താക്കളെല്ലാം ചാനലിൽ ആവേശത്തോടെ പറഞ്ഞത് പരാതി എവിടെ,
അപ്പോൾ പരാതി പോലും ഇല്ലാതെ ഞങ്ങളെന്തോ നടപടി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഇവരുടെ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾ കേരളത്തിലെ നേതാക്കന്മാർക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ബോധ്യപ്പെട്ടു. അപ്പോൾ നല്ലതുപോലെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തി എന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ആരോപിക്കുന്നത് ഈ രാഹുലിനെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ആരാണ്? ഇവിടെ പാലക്കാട് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്ത പരിപാടി ഏത് പാർട്ടിയുടെ പരിപാടിയാണ്? UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും എല്ലാം പരിപാടിയിൽ മാറി മാറി പങ്കെടുക്കല്ലേ? ഈ രാഹുൽ ഈ പെർവർട്ട് അവിടെ എത്തുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നവരാ? ഇയാളെ നിയമസഭയിലേക്ക് ആനയിച്ച് കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിൻ്റെ പേരെന്താ? അയാൾക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി ഇയാൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇവരുടെ MLA ഓഫീസിൽ കാവലിരിക്കുന്നത് ആരാണ്? അവിടെ കണ്ണാടി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പൊതുയോഗം നടത്തിയതാരാണ്? സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിച്ചതാരാണ്? പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തും സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായി ഇടപെട്ട ആളാരാണ്? അപ്പോൾ ഒരു ഭാഗത്ത് ഒരു കടലാസിൽ ഒരു 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 സസ്പെൻഷൻ ഓർഡർ ഇങ്ങനെ കാണിച്ചിട്ട് ഇതാ നടപടി എടുത്തിരിക്കുന്നു എന്ന് പറയാ, ജനങ്ങളെ പറ്റിക്കുക, എന്നിട്ട് എല്ലാ സ്ഥലത്തും ഈ ആളെ കൊണ്ട് ആനയിച്ച് നടക്കുക. അതല്ല ഇപ്പോൾ നടക്കുന്നത്. ഇവരിപ്പോൾ വലിയ ആവേശത്തോട് കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഈ വീക്ഷണം പത്രം ഏത് പാർട്ടിയുടെ മുഖപത്രമാണ്? ഒരു പാർട്ടിയുടെ മുഖപത്രം ആ പേജിൽ വരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്കറിയാലോ, അത് ആ പാർട്ടിയുടെ നിലപാടായിരിക്കും. ആ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് പരാതി കൊടുത്ത ഇരയുടെ കൂടെയല്ല ഞങ്ങളുടെ പാർട്ടി, ഈ അതിജീവിതയുടെ കൂടെയല്ല ഞങ്ങളുടെ പാർട്ടി. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടൊരു പരാതിയാണെന്നും ആ പെൺകുട്ടി ഫേക്കായി ഉണ്ടാക്കിയിട്ടുള്ളൊരു പരാതിയാണെന്നും അവർ കൃത്യമായും കേരളത്തിലെ കോൺഗ്രസ് ആകെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഏതെങ്കിലും കോൺഗ്രസിലെ ഒറ്റപ്പെട്ട ആളുകൾ രാഹുലിനെതിരായി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആവേശം കൊള്ളുന്ന രാജു പി നായർ എന്തേ കോൺഗ്രസിൻ്റെ കൃത്യമായൊരു നിലപാട് അതിൻ്റെ മുഖപത്രത്തിൽ കൂടി പറഞ്ഞു എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാത്തത്? അങ്ങനെയല്ലേ കോൺഗ്രസ് അതിന്റെ ധൈര്യം കാണിക്കേണ്ടത്? സനോജ്, ഇവിടെ ഒരു പ്രാഥമിക അംഗത്തിൽ സസ്പെൻഷൻ ഉണ്ടായത് യാഥാർത്ഥ്യമാണ്. പത്രം മാത്രമാണോ? ഇപ്പൊ താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പൊ രാഹുൽ പാലക്കാട് വളരെ സജീവമായി എന്താണ് അവിടെ ഉണ്ടാകുമ്പോൾ സസ്പെൻഷൻ ഈ പറഞ്ഞ പാർട്ടി പരിപാടികൾ പങ്കെടുക്കരുത് എന്ന കടുത്ത ഒരു ഭാഷ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ആശാസമരവേദിയിലേക്ക് രാഹുൽ പോയിട്ട് ഞാൻ വരൂ എന്ന് പറയുന്ന വി ഡി സതീശൻ നമ്മൾ കണ്ടു. രാഹുൽ പോയി വന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടു. അതിൽ പ്രാഥമിക അംഗത്തിൽ സസ്പെൻഷൻ ഉണ്ടായി. ശ്രീ വി കെ സനോജ്, ഇപ്പോ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവും രാജു പി നായരൊക്കെ ചോദിക്കുന്നത്, അങ്ങനെ ആരോപണം വന്നപ്പോൾ ഞങ്ങളൊരു നേതാവിനെ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും കാലാവധി പറയാതെ പുറത്താക്കലിന് സമാനമായ രീതിയിൽ സസ്പെൻഡ് ചെയ്തു. മുകേഷിനെതിരെ നിങ്ങൾ എന്തെടുത്തു എന്ന ചോദ്യം അതൊരു ധാർമ്മികമായ ചോദ്യം കൂടിയാണ്, അല്ലേ? അല്ല ഹാഷ്മി, ഈ മുകേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണവും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും ഒരുപോലെയാണെന്ന് ഹാഷ്മിക്ക് പറയാൻ കഴിയുമോ? കഴിയില്ല. ഹാഷ്മി അങ്ങനെ കരുതുന്നുണ്ടോ? ഈ ചർച്ച കേൾക്കുന്ന ആരെങ്കിലും കരുതുന്നുണ്ടോ? കഴിയില്ല. പക്ഷെ മുകേഷിനെതിരെ ആരോപണമായി വന്ന ആളിപ്പോ എവിടെ നിൽക്കുന്നു എന്ന് കൂടി നമ്മൾ കാണണ്ടേ? എന്തായിരുന്നു അതിന്റെ ഉള്ളടക്കം എന്ന് കാണണ്ടേ? അതുപോലെ അങ്ങനെയാണെങ്കിൽ അവർ വിൻസെന്റിന്റെ കാര്യം എന്താ പറയാത്തത്? അങ്ങനെയാണെങ്കിൽ അവരുടെ MLA ആയിട്ടുള്ള തിരുവനന്തപുരത്തെ MLA ആയിട്ടുള്ള വിൻസെന്റിന്റെ കാര്യം എന്തേ രാജു പി നായർ മറന്നു പോകുന്നത്? എൽദോസ് കുന്നപ്പള്ളി ആരാണ്? കോൺഗ്രസിന്റെ MLA അല്ലേ? എന്നാൽ പിന്നെ ആ കാര്യങ്ങൾ കൂടി പറയരുതോ? മുകേഷിന്റെ പേര് പറയുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെന്റിന്റെയും കൂടി പേര് പറയൂ. അവരും ജയിലിൽ കിടക്കുകയും അവരും പരാതിക്ക് ഭാഗമായിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇത് അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല. അല്ല ഇപ്പൊ ശ്രീ വി കെ സനോജ്, ഇവിടെ ഒരു പെൺകുട്ടിയാണെങ്കിലും 18 പെൺകുട്ടികളാണെങ്കിലും അക്രമമാണ്. മുകേഷിനെതിരെ ലൈംഗികാതിക്രമ കേസുണ്ടായി. അതിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. അത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു കേസാണ്. നിങ്ങൾ നടപടി എടുത്തു എന്ന ചോദ്യത്തിന് മറുപടി പറയണം നിങ്ങൾ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മുകേഷിനെതിരായി നടന്ന കാര്യവും മുകേഷിനെതിരായി ഉയർന്ന ആരോപണവും ഈ രാഹുലിനെതിരായി ഉയർന്ന ആരോപണവും ഒരുപോലെയല്ല എന്ന് ഹാഷ്മി പറയുകയാണ്. മുകേഷിനെതിരായി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ചോദിച്ചാൽ മുകേഷിനെ പോലെ തന്നെ അപ്പുറത്ത് എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്, വിൻസെന്റ് ഉണ്ട്. ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരത്തെയും ഒരുപാട് MLA മാർക്കെല്ലാം എതിരായി ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം നിയമപരമായ നടപടി നേരിട്ടിട്ടുണ്ട്. ഇത് അതിനെല്ലാം അപ്പുറത്ത് നിരവധി പെൺകുട്ടികളെ, പരിചയപ്പെടുന്ന പെൺകുട്ടികളെ മുഴുവൻ അധികാരം, ഈ സെലിബ്രിറ്റി പരിവേഷമെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ നിലയിൽ പീഡിപ്പിക്കുന്നു. പീഡിപ്പിച്ചു എന്ന് മാത്രമല്ലല്ലോ, പീഡിപ്പിച്ച് ഗർഭമുണ്ടാക്കുക, അത് അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെ എന്തെല്ലാം കുറ്റങ്ങളാണ് ഒരാൾ ചെയ്തിട്ടുള്ളത്. ഈ കുറ്റങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ള ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ വക്താക്കൾ പല കാര്യങ്ങളും അപ്പുറത്തിരുന്ന് പറയും. പക്ഷേ ഹാഷ്മിയെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകൻ അത് ഏറ്റുപിടിച്ച് ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാലോ എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞത്, മുകേഷിനെതിരായിട്ട് പരാതി കൊടുത്ത ആള് ഏത് കേസിലാണ് പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടത്?
അല്ല, ഏത് അത് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു? അത് നിങ്ങളുടെ ചാനൽ തന്നെ സംപ്രേഷണം ഇല്ല ചെയ്തിട്ടുണ്ടല്ലോ. സനോജ്, അത് സനോജ് പറയേണ്ട കാര്യമല്ല. ഞാൻ അത് ചോദിക്കട്ടെ? നമ്മളൊന്നും പറയേണ്ട കാര്യമല്ല. അങ്ങനെ ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കാനുള്ള ലൈസൻസ് അല്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ പെൺകുട്ടിക്കെതിരെ സൈബർ മേഖലയിൽ ഉയരുന്ന വൃത്തികെട്ട പ്രചാരണങ്ങൾ പോലെയുള്ളൂ അതും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അതിനെ അങ്ങനെ നിർത്തരുത്. അതിനെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ സമീകരിക്കാൻ നോക്കുമ്പോ അല്ല സനോജ്, അവിടെ മുകേഷ് ഉപദ്രവിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീ പിന്നെ ഏതോ കേസിൽ അറസ്റ്റിലായി, അതുകൊണ്ട് ഉപദ്രവിക്കാൻ ലൈസൻസ് ആണ് എന്ന മട്ടിൽ സനോജ് പറയരുത്. അല്ല, ഉപദ്രവിച്ചോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കപ്പെട്ടെ. പിന്നെ ഹാഷ്മി, ഞാൻ പറഞ്ഞത് അതിനകത്തൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നടങ്കം ഇയാളെ തള്ളുന്നുണ്ടോ കൊള്ളുന്നുണ്ടോ? ഈ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാനുള്ളത്, കോൺഗ്രസിന്റെ നേതൃത്വം ഈ അതിജീവിതയുടെ കൂടെയാണോ? നേരത്തെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു, അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തത്. പരാതിയൊന്നും കിട്ടിയിട്ടില്ല. പരാതി പോലും കിട്ടാതെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവിടെ ഈ വീക്ഷണം പത്രത്തിലെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു, മുഖപ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞു, അടൂർ പ്രകാശ് നേരത്തെ ഈ ഇരയെ അപമാനിക്കുന്ന വിധത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ പെർവെട്ട് ഇതുവരെ എന്റെ ശബ്ദരേഖയല്ല അത് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല എന്റെ ശബ്ദരേഖയാണ് എന്ന ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. വേറൊരാൾ ഇപ്പൊ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ, നേരത്തെ BJP-യിൽ ഇങ്ങോട്ട് വന്ന കോൺഗ്രസിലേക്ക് സെക്രട്ടറിയേറ്റിൽ ആൾ, ആ ആൾ ഇന്ന് ഈ ഇരയുടെ ഫോട്ടോ ഉൾപ്പെടെ പൊതു മധ്യത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തല്ലോ. ചെയ്യാൻ പാടുള്ള കാര്യമാണോ? ഇരയെ ഈ സൈബർ കുട്ടങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയാണ്, എറിഞ്ഞു കൊടുക്കുകയാണ്, ഇതാ ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. ഏതോ പഴയ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് പറയാതെ ഡിലീറ്റ് ചെയ്യാലോ, പറഞ്ഞുകൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഉണ്ട് എന്നൊരു ഡോഗ്യൂസിൽ നടത്തി ചെയ്യേണ്ട കാര്യമുണ്ടോ ചോദ്യമാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. PR ശിവശങ്കറിലേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ, ഞാൻ PR ശിവശങ്കറിലേക്ക് വരും മുമ്പ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു കൊടുത്ത് കേൾക്കാം. കോർട്ട് ചെയ്യുന്ന നടപടി ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇത് CPM-ൻ്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ഈ ഒരു ഇഷ്യൂവിന് മുമ്പോട്ട് വെച്ച് നടന്ന ശബരിമലേൻ്റെ കൊള്ള, ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇവിടുന്ന് മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ തുടങ്ങാൻ ഒരു ശ്രമം. പക്ഷേ എലക്ഷൻ വരുന്നു, 10 ദിവസം മുമ്പ്, എലക്ഷൻ്റെ മുമ്പ് ഈ ഇഷ്യൂ ശരിയാണ്, ഇതിനെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? എന്തുകൊണ്ട് 3.5 മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും വെച്ച് അസംബ്ലിയിൽ കയറ്റിയ CPM സർക്കാർ ഇപ്പോൾ അയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നു? ശരി, ശ്രീ PR ശിവശങ്കർ, ഇവിടെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറയുമ്പോൾ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കുന്നത് തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള CPM-ന്റെ രാഷ്ട്രീയ ബുദ്ധി എന്ന് പറയുന്നതിലൊരു പ്രശ്നമില്ലേ? അതിൽ രാഹുലിനോടുള്ള നിങ്ങളുടെ BJP-യുടെ ഒരു നിലപാട് മയപ്പെടുത്തലുണ്ടോ ശ്രീ PR? ഒട്ടുമില്ല. സത്യത്തിൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു 3 വശങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. എനിക്ക് ആദ്യം ഈ സമയം തന്നാൽ പിന്നെ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു എക്സ്പ്ലെയിൻ ദിസ്. ഒന്ന്, ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം, ഇത്തരത്തിലുള്ള ഒരു ഒഫൻസ്, ബെയിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഒഫൻസ്, അത് ഒരു പബ്ലിക് ഒപ്പീനിയനായിട്ട് വന്നാൽ, പുറത്തു വന്നാൽ, അത് അവിടുത്തെ ഒരു SHO-ന്, അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിലൊരു ഓഫീസർക്ക് ഈസി ആയിട്ട് കേസെടുക്കാം. അത് CRPC 154 പ്രകാരവും അതുപോലെ തന്നെ പുതിയ BNS 175 പ്രകാരവും ഇത്തരത്തിൽ ബെയിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് വന്നു കഴിഞ്ഞാൽ പരിശോധനയ്ക്കായി അടക്കം FIR അടക്കം ഇടാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് വിക്ടിമിൻ്റെ പരാതി പോലും വേണ്ട, കാരണം ഇത് പബ്ലിക് ഒപ്പീനിയനായിട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഏറ്റവും 3.5 മാസങ്ങൾക്ക് മുൻപ് ഇതൊരു പബ്ലിക് ഒപ്പീനിയനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു SHO-ന് FIR ഇട്ട് കേസെടുക്കാവുന്ന ഒരു സാധ്യതയുള്ള ഒരു കേസ്
എന്തിനാണ് CMൻ്റെ മുന്നിലേക്ക് എത്തിക്കുവാനായിട്ട് ഇത്രയേറെ നീട്ടിവെച്ചത്? ഇദ്ദേഹത്തിന് ഇപ്പോൾ രക്ഷപ്പെടുവാനായിട്ട് ഈ സമയം കൊടുത്തത്? ഇപ്പോൾ കേൾക്കുന്നത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ അദ്ദേഹം മൊബൈൽ ഫോൺ ഓണാക്കിയില്ലെങ്കിൽ അറസ്റ്റും ചെയ്യില്ല എന്നാണോ? അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ബലാത്സംഗം ചെയ്താൽ കേസ് എടുക്കില്ല, അയാളെ ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല എന്നാണോ? ഇത്തരത്തിലുള്ള തൊടുന്യായം പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ CRPCയിലും BNSലുമുള്ള നിയമങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് MLAയെ രക്ഷപ്പെടുത്തുവാനായിട്ടാണ് CPM സർക്കാർ ശ്രമിച്ചത് എന്നത് ഒരു സംശയവുമില്ലാതെ തെളിയുന്ന കാര്യമാണ്. അന്ന് തന്നെ കേസെടുക്കാമായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ദ ഡിലേഡ് ഇൻ FIR, ഇത്തരത്തിൽ പബ്ലിക് ഒപ്പീനിയനായിട്ട് വന്നിട്ട് 3.5 മാസം കഴിഞ്ഞിട്ടാണ് FIR വന്നത്. ഇതെല്ലാം മറ്റു ചില കാരണങ്ങളാണെന്ന് ഒരുപക്ഷെ പ്രോപ്പറായിട്ട് കോടതിയിൽ വായിച്ചാൽ അതും രക്ഷപ്പെടാനുള്ള സാധ്യമാണ്. രക്ഷപ്പെടാൻ വെച്ചാൽ കേസിൽ നിന്നല്ല, ഒരുപക്ഷെ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് CPM ഇത് മനഃപൂർവ്വം ശ്രമിച്ചതാണോ, CPMും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്ന് ഒരു രാഷ്ട്രീയം അറിയാവുന്ന, ഒരു മിനിമം നിയമം അറിയാവുന്ന ഒരാൾ വാദിച്ചാൽ അത് ഒരു സംശയവുമില്ല, ജനങ്ങൾക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ അതാണ് ശരി എന്നുള്ളത്. അല്ലെങ്കിൽ 164 പ്രകാരം എന്തുകൊണ്ടാണ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഇതുവരെ മൊഴി കൊടുക്കാത്തത്? ഇത്രയും ദിവസം കഴിഞ്ഞല്ലോ, ഇത് CMൻ്റെ അടുത്താണ് പോകേണ്ടത്. പോലീസിൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 164 എടുപ്പിക്കായിരുന്നല്ലോ, അതുപോലും ഇതുവരെ ചെയ്തിട്ടില്ല. 1. 2, ഇതിൽ അല്ല, ഇന്നത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ. ഏതായാലും മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇപ്പം ഇരു കൂട്ടരുടെയും കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നം നടന്നാൽ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ അത് നയിക്കുന്ന ആളുകളുടെ ഒരു മൊറയിൽ അല്ലെങ്കിൽ ഒരു മാന്യതയും അനുസരിച്ചിരിക്കും. അതാണ്. അല്ലാണ്ട് തൊട്ടപ്പുറത്ത് ഒരു പ്രശ്നം നടന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ ആൾ ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നതാണോ? അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും നടക്കുന്ന അക്രമങ്ങളൊക്കെ ചെയ്തിട്ട് ഇവരും ചെയ്യുന്നതാണോ പറയണേ? അപ്പോൾ ഇത്തരത്തിലുള്ള ന്യായം ഞാൻ പ്രത്യേകിച്ച് രാജു പി നായരെ പോലെ ഒരു വളരെ മാന്യനായ ഒരു ഡിബേറ്റർ അടുത്ത് നിന്നെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം കുറച്ചുകൂടി മാന്യത ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അതിനേക്കാൾ ഭയമുള്ളത് ആഷ്മി, ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പോക്കാണ്. നോക്കൂ, ഇത് ഒരു വ്യക്തി ചെയ്ത കുറ്റം, ആ വ്യക്തിക്കെതിരെ നിയമ നടപടി എടുത്തു എന്നൊക്കെ ഒരു സാധാരണ കോൺഗ്രസ് മനസ്സുള്ള ഒരാൾ വിചാരിച്ചാലും എത്ര ഹീനമായിട്ടാണ് ആ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരുപാട് നേതാക്കളും അതിലെ അണികളും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവൃത്തി ചെയ്തവരെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഡീല് ചെയ്തത്. എത്രയേറെ അറ്റാക്കായിരുന്നു. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് തന്നെ പറഞ്ഞില്ലേ, എന്നെ നായ്ക്കൂട്ടം പോലെ ചിലർ വന്ന് ആക്രമിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ, ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ എത്ര വേദനയോടെയാണ് അവർ രഹസ്യമായിട്ട് പറഞ്ഞ പല ചാനൽ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എത്രയേറെ ശക്തിയായിട്ടാണ് ഒരു നായ്ക്കൂട്ടങ്ങളെ പോലെ, ഒരു തെരുവ് നായകളെ പോലെ ഇവരെ കടിച്ചു കീടിയത് ഈ നേതാക്കളെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയമായി ഏറ്റവും വലിയ ദുർമേധസ്സായി മാറിയിട്ടുള്ള ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു വലിയ വിഭാഗം കൂടി പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പോൾ ആഷ്മി പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ ഇവിടുത്തെ KPCCയുടെ മാധ്യമം അതുപോലും എഡിറ്റോറിയൽ ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ പത്രമാധ്യമങ്ങൾ ഹാക്ക് ചെയ്തിരിക്കുന്നു, യുവ നേതാക്കളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു. ഈ പാർട്ടി തന്നെ ഒരു ഗൂഢസംഘത്തിൻ്റെ, ഒരു മാഫിയയുടെ ഭാഗമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഭയക്കുന്നത്, ഈ പൊളിറ്റിക്കൽ പാർട്ടി തന്നെ ഒരു രാഷ്ട്രീയ അശ്ലീലമായി മാറിയിരിക്കുന്നു. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത്രയേറെ ക്രിമിനൽസാണ് ഇതിലെ രാഷ്ട്രീയമായി അടിത്തട്ടിലുള്ളത്. അതുകൊണ്ടാണ് രാജു പി നായർക്കൊക്കെ ഭയം. പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ചെന്നായി കൂട്ടം പോലെ ആക്രമിക്കപ്പെടുകയാണ്. അത് എതിർ പാർട്ടികളെ മാത്രമല്ല, ഞങ്ങളെ BJPയെ CPMനെ മാത്രമല്ല, ഈ കോൺഗ്രസ്സിലെ ആളുകൾ ഇത്രയേറെ അക്രമാസക്തരായി പറയുന്ന അഭിപ്രായങ്ങളെ കടിച്ചു കീറാൻ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി വളരെയേറെ സൂക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ നോക്കൂ, ആ പെൺകുട്ടിയുടെ ഫോട്ടോ അത് സന്ദീപ് വാര്യർ മാത്രമല്ല, കോൺഗ്രസിൻ്റെ പല നേതാക്കളും, വനിതാ നേതാക്കളൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കണ്ടേ? എത്ര ഹീനമായ ഭാഷയിലാണ്, എത്രയേറെ ഫേസ്ബുക്കുകളിലാണ് ആ കുട്ടിയുടെ കല്യാണ ഫോട്ടോയൊക്കെ ഇടയ്ക്ക് വന്നിരുന്നത്. വിഷമമുണ്ട്. നമ്മളുടെയൊക്കെ വീട്ടിലാണെങ്കിലോ, നമ്മളുടെ പെങ്ങന്മാരാണെങ്കിലോ, രാജു ഇത് അംഗീകരിച്ചു കൊടുക്കരുത്. ഇത്രയേറെ മോശമായി ഒരു പെൺകുട്ടിയെ എടുത്തിട്ട് ഈ മാധ്യമ ചർച്ചയ്ക്കും ഒരു മീഡിയയിലും എടുത്തിട്ട് നിങ്ങളുടെ വനിത ഫേക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവരൊക്കെ സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ. വളരെ മ്ലേച്ഛമായി ഈ പെൺകുട്ടിയെ ഇത്രയേറെ അപമാനിക്കുവാനായിട്ട് ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്?
എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ കാണിക്കും, നമ്മളൊക്കെ ഈ ആധുനിക യുഗത്തിൽ ഈ 21-ാം നൂറ്റാണ്ട് ജീവിക്കുമ്പോൾ ഒരു പെൺകുട്ടി കരഞ്ഞു പറഞ്ഞ ആ വോയിസ് കേട്ടാൽ ആരായാലും ആ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കും. അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ആ പെൺകുട്ടിയുടെ കുടുംബം, ആ പെൺകുട്ടിയുടെ ഭർത്താവ്, ആ പെൺകുട്ടിയുടെ ഫാമിലി, ഇതെല്ലാം നിങ്ങൾ അരിച്ച് പറക്കി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഗ്യാങ് അല്ലെങ്കിൽ അവിടുത്തെ മാഫിയ കൂട്ടം അരിച്ച് പറക്കി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ ധൈര്യമില്ലെങ്കിൽ, അതാണ് തുറന്നു പറയേണ്ടത്. ഒരു സംശയവുമില്ല കേരളത്തിലെ സമൂഹം അതിനെ മറ്റുള്ള നിയമവശങ്ങളൊക്കെ വിട്ടേക്കൂ, ഒരു സംശയവുമില്ല ഈ കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ അശ്ലീലത്തിനെതിരെ നിങ്ങൾ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ സാധാരണ ജനക്കൂട്ടം തീർച്ചയായും നിങ്ങൾക്കെതിരാവും. ഇത്തരത്തിൽ ഇവരെ ചുമന്നു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല ഡിബേറ്റിൽ വരുന്ന നിങ്ങൾ പോലും നാണം കെടും. അതിന് ഈ പറയുന്ന ഈ വാട്ടബോട്ടിസം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കോൺഗ്രസിനെ CPM-നെ എത്രയേറെ അപമാനിക്കാൻ ശ്രമിച്ചാലും അതിലപ്പുറം ഇതിലൊരു രാഷ്ട്രീയ മാന്യതയുടെ പ്രശ്നമുണ്ട്. ഇതിന് ഈ ഒരു നായ്ക്കൂട്ടത്തിനെതിരെ ചെന്നായ്ക്കൂട്ടത്തിനെ ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ട് ഈ ഇരയെ ആക്രമിക്കാൻ ശ്രമിക്കരുത്. ഇത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല, ഇത് രാഷ്ട്രീയത്തിന് നല്ലതല്ല, ഇത് കേരളത്തിന് നല്ലതല്ല, ഇത് താങ്കൾക്ക് പോലും നല്ലതല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സാധാരണ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഈ പരുവത്തിലാവാനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാടിൻ്റെ MLA ആണ്. അത് മനസ്സിലാക്കാതെ ആ പെൺകുട്ടിയായിട്ട് വായി തോന്നുന്ന വൃത്തികേട് മുഴുവൻ പറയുക എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്, ഹീനമാണ്. ശ്രീ ജോർജ് ജോസഫ്, വേണമെങ്കിൽ ധിക്കാരപൂർവ്വമല്ലാതെ പറയാമായിരുന്നു രാഹുൽ ഉണ്ടായ കാര്യങ്ങൾ. ആവർത്തിച്ച് ചോദിച്ചു എന്താണ് ഉണ്ടായെന്ന്. രാഹുൽ പറഞ്ഞതൊക്കെ ധിക്കാരമാണ്, ഹൂ കേസ് ഫോർമാറ്റിൽ. പക്ഷേ ജാമ്യ ഹർജി എല്ലാം തുറന്നു സമ്മതിക്കുന്നു. പുറത്തു വന്ന ശബ്ദങ്ങൾ അടൂർ പ്രകാശ് പറഞ്ഞത് അല്ല, രാഹുലിൻ്റെ ശബ്ദം തന്നെയാണ്. ഈ പറഞ്ഞ ബന്ധങ്ങളൊക്കെ ഉണ്ടായി, അബോർഷൻ ഉണ്ടായി. യഥാർത്ഥത്തിൽ ആ ജാമ്യ ഹർജിയിൽ തന്നെ കേസ് തോറ്റില്ലേ ശ്രീ ജോർജ് ജോസഫ്, രാഹുൽ മാങ്കൂട്ടത്തിൽ? ഇല്ല, ഞാൻ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം PR ശിവശങ്കർ അദ്ദേഹം പറഞ്ഞു ഒരു ഡിലേഡ് FIR ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കാര്യം, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കളഞ്ഞു, MLA സ്ഥാനം മാത്രമേ ഉള്ളൂ, അവർ സംരക്ഷിക്കുന്നില്ല എന്ന് അവരും പറഞ്ഞു കഴിഞ്ഞു. അതേസമയത്ത് ഇടതുപക്ഷം അവർ ഇതിനൊരു FIR ഡിലേഡ് ആണെങ്കിലും ശരി ഇപ്പോൾ ഒരു FIR എടുത്തു. നമ്മൾ ഇതിൻ്റെ നിയമപരമായ രാഷ്ട്രീയമായ കാര്യമല്ല ഞാൻ പറഞ്ഞു, നിയമപരമായ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. കാരണം ഇതിനകത്ത് മുൻകൂർ ജാമ്യം അയാൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ നിലവിളിച്ചുള്ള സംസാരങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഒരു സ്ത്രീപക്ഷമാണ് നമ്മളൊക്കെ എങ്കിൽ തന്നെയും നിയമപരമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ കേസ്. കാരണം ആ പെൺകുട്ടി ഒരു പരാതി ആദ്യമേ കൊടുത്തില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കണമായിരുന്നു, അത് ചെയ്തില്ല. എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ള വേറെ കാര്യം. അതേസമയത്ത് ഇപ്പം പോയി മുഖ്യമന്ത്രി അവിടെ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തുകൊണ്ട് അത് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ട് അവർ നീങ്ങി രാഷ്ട്രീയമായിട്ട് കളിക്കുന്നു എന്നൊക്കെ ആരോപണം വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും അത് നേമം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വലിയമല പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു മൊഴി കൊടുത്ത് FIR എടുക്കുന്നതായിരുന്നു നല്ലത്. 3-3.5 മാസം മുമ്പ് ഈ പെൺകുട്ടിയുടെ ഒരു ടോക്ക് ചാനലിലൊക്കെ വന്നു, യൂട്യൂബിലൊക്കെ വന്നു. അതിൻ്റെ ബേസിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു കേസ് എടുത്ത് വാദിയില്ല, പക്ഷേ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെന്ന് പറഞ്ഞ് സോമോട്ടോ ആയിട്ട് ക്രൈംബ്രാഞ്ചിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അപ്പുറം ഒരു കേസ് എടുത്തിട്ട് ഇപ്പോഴും അന്വേഷിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ 14 ദിവസത്തിനകം അത് ക്ലോസ് ചെയ്യണം വാദിയില്ലെങ്കിൽ. അപ്പം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല ക്രൈംബ്രാഞ്ച്. ഇപ്പം വീണ്ടും ഒരു കേസ് എടുക്കുന്നത് നിയമപരമായി തെറ്റാണ്. ഇപ്പം വീണ്ടും ഒരു കേസ് എടുത്തിരിക്കുകയാണ്. ആ കേസിനകത്താണ് ഈ ഒഫൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യങ്ങളുണ്ട്. ആ കുട്ടിയെ റേപ്പ് ചെയ്ത് ആ കുട്ടി കല്യാണം കഴിച്ച ഒരു കുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്താൽ അല്ലെങ്കിൽ വിത്ത് കൺസെൻ്റ് ആണെങ്കിലും ശരി, വിവാഹം കഴിച്ച ഒരാൾ വീണ്ടും വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് മറ്റൊരാളെ സമീപിക്കുകയോ ചെയ്യുന്നത് അത് നിയമപരമായി തെറ്റാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ആ റേപ്പിന് തീർച്ചയായിട്ടും നിയമപരമായൊരു സാധ്യത വരാനുള്ള സാധ്യത വളരെ കുറവാണ് ആ ഒരു കേസിനകത്ത്. അതുതന്നെയല്ല, ഇത് ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടോ ഈ പെൺകുട്ടിയും ഫേസ്ബുക്കിൽ കൂടെയാണ് പരിചയപ്പെടുന്നതും. അങ്ങനെ തൻ്റെ ഭർത്താവ് തന്നെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള സങ്കടപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഇങ്ങനെ 3-4 പ്രാവശ്യം ആ വീട്ടിൽ വന്നു, അവരുമായിട്ട് ഒന്നിച്ച് സഹകരിച്ചു. അങ്ങനെ വന്ന സമയത്ത് പീഡനം നടത്തിയെന്നാണ്. അത് വിത്ത് കൺസെൻറ്റിൻ്റെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഈ കേസ് എങ്ങും തൊടാതെ പോകുമെന്ന് എനിക്കൊരു സംശയം വരുന്നത്. ആൾക്കാരൊക്കെ ധാരാളം ചർച്ചകൾ പറയുന്നുണ്ട്, അനുകൂലവും പ്രതികൂലമായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും നിയമപരമായിട്ട് ആ കുട്ടിയെ റേപ്പ് ചെയ്തെന്ന് പറയാനുള്ള ഒരു ഒഫൻസ് ഉണ്ടെന്ന് പറയാനുള്ളൂ. കാരണം മാരീഡായ കുട്ടിയാണ്, രണ്ടാമത് അവർ തമ്മിൽ ഇൻറ്റിമസി ഉണ്ട്, വിത്ത് കൺസെൻറ്റോട് കൂടിയാണ് ആ റേപ്പ് ഉണ്ടെങ്കിൽ ആ സെക്ഷൽ ഇന്റർകോഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നിയമപരമായിട്ട് വളരെ പരിശോധിക്കാൻ പറ്റുമോ? ഇതിപ്പോ ഈ പറഞ്ഞ വിവാഹിത യുവതിയാണെന്നിരിക്കട്ടെ, ഗാർഹിക പീഡനത്തിൽ വന്ന് സമാധാനം തേടിയ ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, ആ സമാധാനം തേടിയ കുട്ടിയെ മുതലെടുത്ത് ഈ പറയുന്ന സകല മര്യാദകളും വൃത്തികേട് കാണിച്ചിട്ട് അതിനെ ഈ പറഞ്ഞ കുഞ്ഞ് വേണം എന്ന് നിർബന്ധിച്ച് ഗർഭിണിയാക്കി, ആ കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഗർഭനിരോധന ഗുളിക കൊടുത്ത് ഗർഭം കലക്കിയ അതിൻ്റെ ആരോഗ്യവും വൈകാരികമായ എല്ലാ സ്വത്വങ്ങളെയും തകർത്ത് കളഞ്ഞു എന്നൊരു കുറ്റമല്ലേ ശ്രീ ജോർജ് ജോസഫ്? അതിനെ അങ്ങനെ നമുക്ക് ഒന്നും ഉണ്ടാവില്ല നിരാകരിക്കാൻ പറ്റുമോ? കുറ്റമായിട്ട് നമുക്ക് അതൊക്കെ കുറ്റമാണ്, പക്ഷേ അതൊക്കെ കുറ്റമാണ്, സമ്മതിക്കുന്നു. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിലാണെന്ന് നിയമം പോകുന്നത്. അത് തന്നെയല്ല, ഒരു ഫീറ്റസ് വേണ്ടേ? ആ കുട്ടി ഒരു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു, അതിനൊരു ഗുളിക ഇയാളെ സുഹൃത്ത് കൊടുത്തു, അത് ക്രിമിനൽ അബോർഷൻ നടത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീറ്റസ് വേണം നമുക്ക്, എങ്കിലേ ഇയാളുമായിട്ട് കണക്ട് ചെയ്യുക. DNA എടുക്കാൻ പറ്റില്ല, DNA എടുക്കാനായിട്ട് സാധിക്കത്തില്ല, കാരണം ഇപ്പോൾ ആ സാധനം ഇല്ല. അതൊരു വലിയൊരു ഡ്രോബാക്കാണ് ഈ കേസിനകത്ത്. അപ്പോൾ ആ മിസ്കാരിയേജ് എന്ന് പറയുന്നത് അത് BNS 89 വകുപ്പ് നിലനിൽക്കത്തില്ല കാര്യം, കാരണം അത് നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയില്ല. അപ്പം നമുക്ക് എവിഡൻസറി വാല്യൂ വെച്ച് നോക്കുമ്പം പല കാര്യങ്ങളിലും ആരോപണം പറഞ്ഞു, അതിനനുസരിച്ച് സെക്ഷൻ പോലീസ് ഇട്ടിട്ടുണ്ടെങ്കിലും അതനുസരിച്ചുള്ള എവിഡൻസ് മുന്നോട്ട് വരില്ല. അപ്പോൾ ഈ കേസ് വലിയൊരു വീക്ക്നെസ്സാണ് അത് ഈ കേസിൻ്റെ. അത് തന്നെയല്ല, നേരത്തെ ഒരു FIR എടുത്തിട്ടുണ്ട്, അതിനിപ്പോൾ എന്ത് പറയും? അതിനകത്ത് വാദിയില്ലെങ്കിൽ അതിന് അങ്ങനെ ക്രൈംബ്രാഞ്ച് ഒരു FIR എടുത്തിരിക്കുള്ളൂ. ഇപ്പോൾ വീണ്ടും ഒരു FIR അതിനകത്ത് ഒഫൻസ് എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ്റെ കാര്യം ഒരു വകുപ്പ് പറയുന്നുണ്ട്, അത് കാരണം അവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങേര് പറയണത് ഇവരെ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെടുമ്പം ഭർത്താവ് അവരെ പീഡിപ്പിക്കുന്നല്ല, ഭർത്താവ് അവരെ ഉപദ്രവിക്കുന്നു, 1 മാസം ഞങ്ങൾ നിലനിന്നുള്ളൂ ആ വിവാഹം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ഭീകരമായിട്ട് ഭർത്താവ് മർദ്ദിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അതിനുള്ള വോയിസ് റെക്കോർഡൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങോട്ട് വിളിച്ച് പറയുന്ന ആ ഒരു കാര്യത്തിന് അങ്ങനെയാണ് അങ്ങനെ വരുന്ന ഒരു ഇൻറ്റിമസി ഉണ്ടാകുന്നത്. 4-5 പ്രാവശ്യം ഇവർ ഒന്നിച്ചൊരു തിരുവനന്തപുരത്തുണ്ടായിരുന്നെന്നും 1 പ്രാവശ്യം പാലക്കാട് ആ കുട്ടി ചെന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിയമപരമായിട്ട് നമ്മൾ പലതും നോക്കുമ്പം അതിനകത്ത് ഇട്ടിരിക്കുന്ന സെക്ഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് രാഷ്ട്രീയമല്ല നമ്മൾ പറയുന്നത്, പെൺകുട്ടിയുടെ ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം അനുഭവത്തിൽ പറയുന്നത് പക്ഷേ അപ്രിയസത്യമാണെങ്കിലും ഒരുപാട് നിയമവിദഗ്ധന്മാർ പറയുന്ന നിയമത്തിന്റെ ആശങ്ക കൂടി പറയുകയായിരുന്നു ശ്രീ ജോർജ് ജോസഫ്. ശ്രീ രാജു പി നായർ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നുള്ള കാര്യം പോലീസിന് അറിയാത്തതാവില്ല. ഇപ്പോൾ ചിലർ പറയുന്നത് ഇലക്ഷൻ തലേന്നത്തേക്ക് വേണ്ടി ആ അറസ്റ്റ് ചിലപ്പോൾ കാത്തുവെക്കുകയുമായിരിക്കാം പോലീസ്. അതൊക്കെ എന്താണ്, രാഷ്ട്രീയമായ ആയുധം കിട്ടുമ്പോൾ രാഷ്ട്രീയമായ ആയുധം ഉപയോഗിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ശരിയായ ധർമ്മം കൂടിയാണല്ലോ രാജീവ് പിന്നാർ? ശരിയല്ലെങ്കിലും അത് രാജീവ് പിന്നാർ ബെയിൽ ആപ്ലിക്കേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, ദ റീസൺ ബിഹൈൻഡ് ദ പ്രസന്റ് കംപ്ലൈന്റ് ആൻഡ് ദ കോൺട്രവേഴ്സി ആർ ദാറ്റ് ദ സ്റ്റേറ്റ് ഈസ് ഫേസിംഗ് എ പബ്ലിക് ഇലക്ഷൻ ഡ്യൂറിംഗ് ദിസ് ഇലക്ഷൻ ടൈം. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ഫേസിംഗ് സീരിയസ് അലിഗേഷൻ ഓൺ ദ ശബരിമല ഗോൾഡ് തെഫ്റ്റ് ആഫ്റ്റർ ദ അറസ്റ്റ് ഓഫ് എ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ്, ഇത് CPM BJP ബാന്ധവത്തിന്റെ തെളിവാണ്. ഇവിടെ എന്താണ് ഇന്ന ചാനൽ വർക്ക് ചെയ്യുന്ന ഇന്ന ആളുടെ ഭാര്യയായ പരാതിക്കാരി അവരുടെ ടൂളായി നിന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഇവരെ അപമാനിക്കുകയാണെങ്കിൽ പക്ഷേ വക്കീൽ ബുദ്ധിയായിരിക്കാം. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് തന്നെയാണ് രാജു പി നായർ, ഇത് ശബരിമല എന്താണ് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ എന്തെങ്കിലും കെണിയായോ, നല്ല കെണിയിൽ ഞങ്ങൾ വീഴില്ല എന്ന് പറയുന്നതും ഈ ബെയിലിൽ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഒന്നല്ലേ രാജു പി നായർ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ബെയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കില്ല. അത് പാർട്ടിയിൽ നിന്ന് പുറത്തായ അദ്ദേഹത്തിൻ്റെ രീതിക്കുള്ള നിയമ പോരാട്ടം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് പറയുന്നു അതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. ഇവിടെ എങ്ങനെയാണ് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ട് ഞാൻ ഗൂഢാലോചന എന്നല്ല രാഷ്ട്രീയ ശ്രമമായി മാറുന്നത്. ഗൂഢാലോചന എന്നുള്ള വാക്ക് പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങളും ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, ഞാൻ എൻ്റെ ആദ്യത്തെ സെഗ്മെന്റിൽ പറഞ്ഞതിൽ ഒരു വാക്കെങ്കിലും ഇപ്പോൾ ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞു, അതുതന്നെ സനോജ് ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ ഇരുന്ന് ന്യായീകരിക്കാൻ എനിക്ക് എങ്ങനെ മനസ്സ് വരുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ സെഗ്മെന്റിൽ ഞാൻ ഒരു വാക്ക് ഈ പറയുന്ന വ്യക്തിയെ അനുകൂലിച്ചോ അല്ലെങ്കിൽ ന്യായീകരിച്ചോ പറയുന്നെങ്കിൽ ഹാഷ്മി പിന്നീട് എന്നോട് എടുക്കുന്ന സമീപനം എന്തായിരിക്കും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഹാഷ്മി അതേസമയം ആദ്യത്തെ സെഗ്മെന്റ് സനോജിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വന്നത് ഞാൻ പറഞ്ഞ പോലെ CPMന്റെ ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പാണ് പ്രശ്നം. അദ്ദേഹം പറയുകയാണ് മുകേഷിന്റെ കേസ് പോലെ അല്ല ഇത് കേസ്. ഇപ്പോൾ ഈ കേസ് ഞാൻ കേസിന്റെ മെറിറ്റിലേക്ക് ഒന്നും കിടക്കുന്നില്ല, പക്ഷേ അത് ഗർഭചിത്രത്തിന് ഗുളിക നൽകി എന്നുള്ളതാണല്ലോ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം. മുകേഷിനെതിരെയുള്ള സരിതയുടെ ആരോപണം എന്തായിരുന്നു? 1-ാം ഭാര്യയുടെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ വയറ്റിൽ ചവിട്ടി എന്നാണ് പറഞ്ഞത്.
ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ വയറ്റിൽ ചവിട്ടിയവന് CPM കൊടുത്ത റിവാർഡാണ് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം, 2021 സ്ഥാനാർത്ഥിത്വം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം, അല്ലേ? അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഞങ്ങൾ നിൽക്കുന്ന ധാർമ്മിക തലം CPM ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള മറുപടികൾ പറയേണ്ടി വരുന്നത്. ഏത് ജയരാജൻ പറഞ്ഞ പോലെ, അത് സിനിമയിലല്ലേ, സിനിമയിലെ ബലാത്സംഗ കേസല്ലായിരുന്നല്ലോ. ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞതിലേക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ധാർമ്മിക രോഷത്തെയൊക്കെ ഞാൻ ഒരു സുഹൃത്തുന്ന രീതിയിൽ ഉൾക്കൊള്ളുന്നു. പക്ഷേ BJPയുടെ നേതാവെന്ന നിലയ്ക്ക് പറയാൻ കഴിയുമോ? ഈ രാജ്യത്ത് ലൈംഗിക ആക്രമണത്തിന്റെ പേരിൽ ഡൽഹിയിൽ തെരുവോരത്ത് സമരം ചെയ്ത നമ്മുടെ ചാമ്പ്യന്മാർ, ഇന്ത്യയുടെ അഭിമാനമായിരുന്ന പെൺകുട്ടികളെ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാരല്ലേ ഇറങ്ങിയെന്ന് അപമാനിച്ചത്, അല്ലേ? കേന്ദ്രമന്ത്രിമാർ ഇറങ്ങിയെന്ന് അഭിമാനിച്ചില്ലേ? കത്വയിലുള്ളൊരു പെൺകുട്ടിക്ക് വേണ്ടി പ്രകടനം നടത്തിയവരല്ലേ? മരണപ്പെട്ടു പോയ പെൺകുട്ടിയെ കൊന്ന ആൾക്ക് വേണ്ടി പ്രകടനം ചെയ്തവരല്ലേ ഇവർ? ന്യായീകരിച്ചവരല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്തൊക്കെ PR ശിവശങ്കരൻ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിട്ട് എടുത്തു നോക്കൂ. ഇവർ പുറത്താക്കിയിട്ടാണോ സംസാരിച്ചത്? അല്ലല്ലോ, ഞങ്ങൾ നടപടി എടുത്തിട്ടാണ് സംസാരിച്ചത്. PK സനോജിന്റെ ധാർമ്മിക മൂല്യവും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്താ അറിയോ, വടകരയിൽ ഷാഫി പറമ്പിൽ ഒരു പോലീസുകാരൻ അവിടുത്തെ തർക്കത്തിനിടയിൽ പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാക്കിയപ്പോൾ പോലീസിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കേസെടുക്കുകയും അതിന്റെ ഫലമായിട്ട് മൂക്കടിച്ച് പൊട്ടിക്കുകയും ചെയ്തതാണ് ഷാഫി പറമ്പിൽ. മനസ്സിലായില്ലേ? PK സനോജിന്റെ അന്നത്തേക്ക് ധാർമ്മിക രോഷം വളരെ വലുതാണ്. സംസ്ഥാനത്ത് പോലീസിനെതിരെ അക്രമം നടത്തുന്ന ആളെ എന്ത് ചെയ്യണം? സംസ്ഥാനത്തെ പോലീസിനെതിരെ ബോംബെറിഞ്ഞ കേസിൽ കോടതി 20 വർഷം ശിക്ഷിച്ച ആള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോവാ. ഇന്നലെ ഇതേ മഹാനോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അതൊന്നും വലിയ കേസല്ല എന്നുള്ളതാണ്. സർക്കാരിനെ പോലീസിനെ ഷാഫി പറമ്പിൽ തള്ളിയാൽ അത് നാടിൽ കലാപം ഉണ്ടാക്കുന്ന വലിയ കേസും, ബോംബെറിഞ്ഞു കൊന്നതിന് 20 വർഷം ശിക്ഷിക്കപ്പെട്ടാൽ അതൊരു കേസ്. ഈ സനോജൊക്കെ ചെറുപ്പക്കാരനൊക്കെ ഇങ്ങനെയൊക്കെ ഇരട്ടത്താപ്പിന്റെ മുഖങ്ങളായി മാറാവോ? ഇത്ര ഇരട്ടത്താപ്പിന്റെ മുഖങ്ങളായി മാറാവോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ. ഞാൻ ഒറ്റ കാര്യം സനോജിനോട് ചോദിക്കട്ടെ, അങ്ങ് പരാതിയില്ലാത്തപ്പോൾ നടപടിയെടുത്ത പാർട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ നിങ്ങളുടെ 2 നേതാക്കന്മാർ ജയിലിലാണ്. 2 നേതാക്കന്മാർ നിങ്ങളുടെ ജയിലാണ്, ഇല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വാസു, അതുപോലെ തന്നെ ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വാസു, പിന്നീട് ദേവസ്വം കമ്മീഷണറും ആ ദേവസ്വം കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റുമായ വാസു, 2 മുൻ MLAയും ഇന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാർ ഇരിക്കുക. നമ്മളെ സംബന്ധിച്ചോളം മറ്റെല്ലാ ആരോപണങ്ങൾക്കൊക്കെ ഹൈക്കോടതിയിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇടക്കാല ഉത്തരവുകൾ വായിച്ചാൽ വളരെ കൃത്യമായിട്ട് അന്വേഷണം തീർന്ന രീതിക്ക് ഫൈൻഡിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേസിൽ കിടക്കുന്ന ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ സംരക്ഷിക്കുകയാണ്, ഇല്ലേ? അവര് ഇപ്പോഴും കുറ്റക്കാരല്ല എന്നാണ് പറയുന്നത്. കുഞ്ഞനന്തനെ സുപ്രീം കോടതി ശിക്ഷിച്ചിട്ട് കുറ്റക്കാരല്ല എന്ന് പറയുന്നവരാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് കാണിച്ചത് കൊണ്ടും ഇതൊന്നും കാണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ശബരിമലയും നിങ്ങൾ കാണിക്കുന്ന ജനവിരുദ്ധ നയങ്ങളും മാഞ്ഞു പോകില്ല. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇത് പോകാൻ പാടില്ല എന്നും ഈ സർക്കാരിന്റെ ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളും അഴിമതിയും കൊള്ളയും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളത് രാഷ്ട്രീയ വീക്ഷണവും കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപ്പോൾ തന്നെ എടുത്ത നടപടി ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാന്നേ. പിന്നെ ഒരു കാര്യം ഹാഷ്മി, ഈ ബോധ്യം ഉണ്ടാവുന്ന എങ്ങനെയാ? ഈ കാര്യങ്ങളെ കുറിച്ച് ഇൻഫർമേഷൻ ആക്സസ് ഉള്ള നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നത്, ഇല്ലേ? അത് ചിലപ്പോ സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പറ്റണമെന്നില്ല. ഇന്നും അല്ല, ഓക്കെ രാജീവ് നായർ, ഞാൻ ആ പരിമിതി മനസ്സിലാക്കുന്നു. ഇല്ലല്ല, ഞാൻ ആ പരിമിതി മനസ്സിലാക്കുന്നു. സാധാരണ വോട്ടർമാരെ നിങ്ങളുടെ ബോധ്യങ്ങൾ ആർത്ഥത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ലായിരിക്കാം. പക്ഷെ കെ സുധാകരനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയണം, അടൂർ പ്രകാശനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയണം, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ VK ശ്രീകണ്ഠനെ പറഞ്ഞു നിങ്ങൾക്ക് കഴിയണം. സാർ, നിങ്ങൾക്കുള്ള ബോധ്യം നിങ്ങളുടെ നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? എന്നാലല്ലേ അവർ ഈ പറയുന്ന ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ ഒന്നല്ല പല ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുകയും രാഹുലിന് അനുകൂലമായി സംസാരിക്കാതിരിക്കുകയും ചെയ്യൂ. അതുകൊണ്ടാകുന്ന കൺഫ്യൂഷൻ എത്രത്തോളം. സാറേ, നിങ്ങളുടെ പാർട്ടി മുഖപത്രം എഡിറ്റോറിയൽ എഴുതിയേക്കുക രാഹുലെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയട്ടെ ഹാഷ്മി, അടൂർ പ്രകാശ് പറഞ്ഞതിലോ അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ പറഞ്ഞതിലോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് CPM ഇരട്ടത്താപ്പോട് കൂടി ഉപയോഗിക്കുന്നുള്ള രാഷ്ട്രീയ ആരോപണം അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനും പറയുന്നത് തന്നെയാണ്. കെ സുധാകരൻ എന്ന് പറഞ്ഞു രാഹുൽ തെറ്റ് ചെയ്തു. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ ഏൽക്കേണ്ട ശിക്ഷ ഏൽക്കണം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. അനുകൂലിച്ചിട്ടില്ല. ഈ വിവരങ്ങൾ പുറത്തു വരട്ടെ, ഒരു കേസിലൂടെ വിവരങ്ങൾ പുറത്തു വരട്ടെ. ആ പുറത്തു വരുമ്പോൾ അവർ അംഗീകരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ 3 മാസത്തോളമായിട്ട് ഇതിന്റെ പുറകെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണം ഉണ്ടല്ലോ.
എന്തുകൊണ്ടാണ് ഇവർക്ക് അന്വേഷണത്തിൽ എത്താൻ ഒന്നും കണ്ടെത്താൻ പറ്റാഞ്ഞത്? ഇപ്പൊ പരാതി വന്നപ്പോൾ അതിന് മുഖമായി, പരാതി വന്നപ്പോൾ ആധികാരികതയായി. ആ ആധികാരികത വരുന്നതിന് മുമ്പ് നടപടിയെടുത്തത് ജനങ്ങൾക്ക് ഒരുപക്ഷെ പല ആൾക്കാരും ഞങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്, പാർട്ടിയിലുള്ളവരല്ല, നിഷ്പക്ഷരായിട്ടുള്ളവർ, നിങ്ങൾ എന്തിനാണ് ഒരു പരാതി പോലും ഇല്ലാതെ ഇത്തരത്തിൽ നടപടിയെടുക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവരോട് ഇതിന്റെ വിവരങ്ങളെ കുറിച്ചും ഞങ്ങളുടെ ബോധ്യങ്ങളെ കുറിച്ചും പറയാൻ കഴിയില്ല. പറയണം. അപ്പോ ഇല്ലല്ല, അങ്ങനല്ല, പറയാൻ കഴിയില്ലെന്നല്ല പറയേണ്ടത്. അവരോട് പറയണം. അവർ നിങ്ങളുടെ പാർട്ടി അണികളാണ്. ഈ പറയുന്ന ഗുരുതരാവസ്ഥ മനസ്സിലാക്കാതെ, ഇന്റൻസിറ്റി മനസ്സിലാക്കാതെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന പാവങ്ങളാണ്. അവരോട് പറയണം, പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നതൊക്കെയാണ് പരാതികൾ, പാർട്ടിക്കകത്ത് കിട്ടിയ പരാതികൾ ഇന്നൊക്കെ ഉണ്ട്, അതിൽ ആരൊക്കെ ഉണ്ട് എന്ന് നിങ്ങളുടെ പാർട്ടികളോട് പറയണമെന്നേ. അതല്ല, നിങ്ങളല്ല പിന്നെ ആരാ പറയാ? സനോജിന്റെ പാർട്ടി പറയുമോ? PR ശിവശങ്കറിന്റെ പാർട്ടി പറയുമോ? ഹാഷ്മി കേൾക്കൂ ഹാഷ്മി, നിയമത്തിന്റെ മുന്നിൽ, പാർട്ടിയുടെ മുമ്പിൽ എഴുതി തയ്യാറാക്കിയ പരാതി ഇല്ലാതെ ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ല. ഞാൻ ഹാഷ്മി എന്നെ വിളിക്കും. നിങ്ങളുടെ ബോധ്യം എന്താണ്? അപ്പൊ നിങ്ങളുടെ ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയട്ടെ ഹാഷ്മി എന്നെ വിളിച്ചിട്ട് ഇതിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. എന്റെ കയ്യിൽ ഒരു പരാതി ഇല്ലാതെ ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ, നാളെ ഹാഷ്മി അത് പുറത്തു പറഞ്ഞാൽ ഞാൻ കേസിൽ പ്രതിയല്ലേ? ഞാൻ ധാർമ്മികമായി ചെയ്യുന്നതാണോ? അയാൾക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം ഞാൻ അയാളെ കുറിച്ച് കുറ്റം പറയാമോ? ഹാഷ്മി അത് പറയുമോ? എന്നെ കുറിച്ച് ഒരു പരാതി ഹാഷ്മിയുടെ കയ്യിൽ അറിവിന്റെ ഇല്ലാതെ ഹാഷ്മി അത് പറയുമോ? രാജു പിന്നർ, നിങ്ങൾ അയാളെ ഒരു പാർട്ടി കൊടുക്കാൻ ഏറ്റവും വലിയ ശിക്ഷ അയാൾക്കെതിരെ സ്വീകരിച്ചു. എന്താണ്? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ സസ്പെൻഷൻ. അതെന്തിന്റെ അടിസ്ഥാനത്തിൽ? ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ ബോധ്യം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവാ? ഞങ്ങളത് സ്വീകരിക്കുമ്പോഴും അതിലെതിരഭിപ്രായമുള്ളപ്പോഴും ഞങ്ങളുടെ ധാർമ്മികമായി, ഞങ്ങളുടെ മുന്നിൽ ലഭിച്ച വിവരങ്ങൾ വെച്ച് ധാർമ്മികമായി എടുക്കുന്ന നിലപാട് അതെടുത്തവരാണ് ഞങ്ങൾ. സനോജ്, ഇപ്പോൾ ശാസ്ത്രമംഗലം എന്ന് പറയുന്ന വക്കീലിന്റെ കൂർവൂത് നമ്മൾ കേട്ടു. ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത് സങ്കീർണമായ നിയമവ്യവഹാര വഴിയിലെ ഈ പറഞ്ഞ സങ്കീർണതകളാണ്. അതിൽ വെല്ലുവിളികൾ ജോർജ് ജോസഫ് മാത്രമല്ല, ഒരുപാട് നിയമവിദഗ്ധർ ഒക്കെ പറയുന്നുണ്ട്. അതതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാമറയത്താണ്. പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രാഖി രാമാനം വണ്ടി ഒഴിച്ച് തിരുവനന്തപുരത്ത് വന്ന് ശാസ്ത്രമംഗലം അയത്തിന്റെ വക്കീൽ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിടുന്നത് വരെ പോലീസ് എവിടെയാണ് സനോജ്? ഞാൻ അതിലേക്ക് വരാം ഹാഷ്മി. ഇപ്പം രാജു പി നായർ എന്തൊക്കെയാണ് അവിടെ വിളിച്ചു പറഞ്ഞത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു പെർവട്ടെ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജു പി നായർ ഇവിടെ അവതരിപ്പിച്ച വാദകം എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥ ഇരട്ടത്താപ്പ് ആയിരിക്കാണ്? ഇരട്ടത്താപ്പ് കോൺഗ്രസ് പാർട്ടിക്കാണ്. നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ, കെ സുധാകരന് ഒരു അഭിപ്രായം, അതേ അഭിപ്രായം തന്നെ അടൂർ പ്രകാശ് പറയുന്നു, അതേ അഭിപ്രായം തന്നെ ഇന്നത്തെ വീക്ഷണം പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ വരുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, പുറത്താക്കിയിരിക്കുന്നു, ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽപ്പെട്ട ആളുകളാണെന്ന കാര്യത്തിൽ ആർക്കാണ് രാജു പി നായരെ സംശയം? നിങ്ങൾ എന്ത് ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങളല്ലേ ജനങ്ങളെ പറ്റിച്ചുകൊടുക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാലണയിച്ച് സ്വീകരിച്ച് മുദ്രാവാക്യം വിളിച്ച് അവിടെ ആനയിച്ച് കൊണ്ടുപോകുന്നത് ആരാണ്? അത് മറ്റേതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളാണോ? എല്ലാം നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരല്ലേ? അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോഴും അയാളെ ചേർത്ത് പിടിക്കുന്നു, അയാൾക്ക് വേണ്ടിയിട്ട് സൈബർ ഇടത്തിൽ പോരാടാൻ ആളുകളെ ഉണ്ടാക്കുന്നു, അവർക്ക് എല്ലാവിധ ക്യാപ്സ്യൂളുകളും എത്തിച്ചു കൊടുക്കുന്നു. എന്തൊരു ഒരു ഗതികേടാണ് രാജു പി നായരെ പോലെ ആളുകൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചില കേസുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ പയ്യന്നൂരിലെ ഞങ്ങളുടെ സഖാവിനെ കുറിച്ച് നിങ്ങളിപ്പോൾ പറഞ്ഞു. പയ്യന്നൂരിലെ സഖാവ് അവിടെ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് പോലീസുമായിട്ടുണ്ടായ ചില വിഷയങ്ങൾ, അങ്ങനെ ഏതെല്ലാം കാലത്ത് ആരുടെയെല്ലാം പേരിൽ കേസുണ്ടായിട്ടുണ്ട്? കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിൽ കേസുണ്ടായിട്ടില്ലേ? നിങ്ങൾ ഈ പറയുന്ന ന്യായം നിങ്ങൾക്ക് ബാധകമാവുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ വേങ്ങാട് പഞ്ചായത്ത്, കണ്ണൂർ ജില്ലയിൽ വേങ്ങാട് പഞ്ചായത്തിൽ മത്സരിക്കുന്ന മമ്പറം ദിവാകരൻ ഏത് കേസിലെ പ്രതിയാ? കൊലക്കേസിലെ പ്രതിയാ. ആരക്കൊന്ന കേസിലെ പ്രതിയാണ് നിങ്ങളത് ചോദിക്കണം, കണ്ണൂർ വിളിച്ച് ചോദിക്കണം. ഇപ്പോൾ കൊലക്കേസ് പ്രതിയായിട്ടുള്ള മമ്പറം ദിവാകരന് മത്സരിക്കാം. നിഖിൽ പൈലിയാര, ഞങ്ങളുടെ പ്രിയപ്പെട്ട ധീരജനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി നിഖിൽ പൈലി അവിടെ മത്സരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടത്. ഇപ്പൊ കൊലയാളികളും അഴിമതിക്കാരും കള്ളന്മാരും ഈ ആഭാസന്മാരും എല്ലാം നിങ്ങളുടെ പാർട്ടിയാണ് മത്സരിക്കുന്നത്. ഇരട്ടത്താപ്പിന്റെ പേര് പറഞ്ഞിട്ട് വരേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയട്ടെ, അല്ല നിങ്ങൾ പറയണ്ട, ഞാൻ പറയട്ടെ, എന്റെ അവസരമാണ്. ഇവിടെ നഗ്ന വീഡിയോ ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ അത്തരം ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അത് കാണിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. വീണ്ടും ബലാത്സംഗം ചെയ്തതാണ് കേസ്. ഇപ്പൊ ഹാഷ്മി എന്തുകൊണ്ടാണ് രാജു പി നായരോട് സന്ദീപ് വാര്യരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ചോദിക്കാതിരുന്നത്? അതിന് രാജു പി നായർ മറുപടി പറയണ്ടേ? ഞാൻ നേരത്തെ ആ വിഷയം ഉന്നയിച്ചല്ലോ. ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ, കുറെ ജനറൽ സെക്രട്ടറിമാരുണ്ടാവും, എന്നാലും അതിനകത്ത് പെട്ട ഒരാളാണല്ലോ.
അയാള് ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഫോട്ടോയും കാര്യങ്ങളെല്ലാം പങ്കുവെച്ചിട്ട് വളരെ ബോധപൂർവം ഇവരുടെ സൈബർ വെട്ടുകളിക്കൂട്ടങ്ങൾക്ക് ഇട്ടുകൊടുത്തു. അവരുടെ താല്പര്യപ്രകാരമാണ്. ഇതെല്ലാം കോൺഗ്രസിനെ പിടിമുറുക്കിയിട്ടുള്ള ഷാഫി, രാഹുൽ മാങ്കൂട്ടം ടീമുണ്ട്. ഈ രാജു പി നായർക്കൊന്നും കോൺഗ്രസിനകത്തും പ്രത്യേകിച്ച് വലിയ നിലയിൽ നയം രൂപീകരിക്കാനുള്ള അവകാശമില്ല. ആർക്കാ ഉള്ളത്? വി ഡി സതീശന് പോലും മിണ്ടാൻ കഴിയുന്നില്ല. സതീശൻ എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ കച്ചൻ എന്നാ വിളിച്ചത്, ചതീശൻ എന്നാ സതീശനെ വിളിച്ചത്. ചതീശൻ എന്നും കച്ചൻ എന്നും വിളിച്ചിട്ട് ഈ വി ഡി സതീശനെ നിശബ്ദനാക്കാൻ നോക്കി. ആരെയെല്ലാം നോക്കി? ഷാനിമോൾ ഉസ്മാനെ ഇല്ലേ, ഉമാ തോമസിനെ, കോൺഗ്രസിലെ വനിതാ നേതൃത്വത്തെ ഉൾപ്പെടെ ഏതെല്ലാം തരത്തിൽ സൈബർ അറ്റാക്കിന് വേണ്ടി വിധേയമാക്കി. അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആരുടെ കൈകളിലാണ്? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അടങ്ങുന്ന ഈ അധമ സംഘത്തിന്റെ കൈകളിലാണ്. ഇവർക്ക് മേലെ ഒരു അഭിപ്രായം പറയാൻ കേരളത്തിലെ കോൺഗ്രസിൽ ആരുമില്ല. രാജു പി നായരെ പോലുള്ള കുറെ ആളുകൾ വന്നിട്ട് വെറുതെ ചാനലിൽ വെറുതെ ഇങ്ങനെ വാചകം അടിക്കല്ലാതെ ആ പാർട്ടിക്കകത്ത് എന്തെങ്കിലും നീതി നടപ്പാക്കാൻ, എന്തെങ്കിലും ന്യായം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതായിരിക്കില്ല. ഉണ്ടെങ്കിൽ സന്ദീപ് വാര്യരെ ഈ സമയം തന്നെ എന്തെങ്കിലും തരത്തിൽ നടപടിയെടുത്തിട്ട് സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കണ്ടേ, പറയണ്ടേ ഇയാൾ ചെയ്ത് തെറ്റാണെന്ന്. വീക്ഷണം പത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡിറ്റോറിയൽ എഴുതുന്ന ആരാണ്? മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ RSS കാരനായിട്ടുള്ള വക്കീലാണോ വീക്ഷണം പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതി കൊടുക്കുന്നത്? എനിക്ക് തോന്നി ഇന്നത്തെ രാവിലത്തെ വീക്ഷണം വായിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ എഴുതി കൊടുത്ത കുറിപ്പടിയാണ് ഇന്ന് വീക്ഷണം പത്രത്തിൽ എഡിറ്റ് പേജിൽ അടിച്ചു വന്നിട്ടുള്ളത്. എന്തൊരു ഗതികേടിലേക്കാണ് ഈ പാർട്ടി എത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റു ചില കേസുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഇതെല്ലാം സമീകരിക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയ സർഗാത്മകതയും പ്രജ്ഞാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാലും CPM-നെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്ന് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട് തുടങ്ങിയ സാഹിത്യ ഭാഷയൊന്നും എന്തായാലും ശാസ്ത്രമംഗലയത്തിനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നമ്മുടെ അവസാന മിനിറ്റുകളാണ്, ക്ഷമിക്കണം സാർ. ശ്രീ പി ആർ ശിവശങ്കരോട് വീണ്ടും ഞാൻ എൻ്റെ ആദ്യ യോഗത്തിലേക്ക് തന്നെ വീണ്ടും വരുന്നു. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മറക്കാനുള്ള CPM-ന്റെ താങ്കൾ ചോദിച്ചു എന്തുകൊണ്ട് വൈകി? സാറേ, മുഖ്യമന്ത്രിക്ക് പരാതി പോകുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല, ഒരു കേസിന്റെ ഡീമെറിറ്റ് അല്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഒരു കേസെടുത്തു, ആരും പരാതിക്കാർ തയ്യാറായില്ല. പരാതിക്കാരിയുടെ പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അല്ലാതെ ഇതിന്റെ സമയഗണന അല്ല കാലഗണന വെച്ചിട്ട് പ്രശ്നമാണെന്ന് പറയലാണോ വേണ്ടത്? PR നോക്കൂ, അത് താങ്കൾ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണ്. ഞാൻ പറഞ്ഞത് ഇത്തരം പരാതികൾ ഇല്ലാണ്ട് തന്നെ ഒരു സ്റ്റേഷൻ ഓഫീസർക്ക് അത് കേസെടുക്കാമായിരുന്നു 3.5 വർഷങ്ങൾക്ക് മുൻപ്. അതുകൊണ്ട് വരുന്ന ഡിലേ ഇതിൻ്റെ കേസിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് CM-ന് കൊടുക്കുന്ന കേസ്, CM-ന് അത്തരത്തിലുള്ള കേസ് കൊടുക്കാൻ പാടില്ല എന്നതായിരുന്നില്ല എൻ്റെ വാദമുഖം. നോക്കൂ, ഇവിടെ 2 രീതിയിലാണ് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ഒന്ന്, ഈ സംസ്ഥാനത്തെ സർക്കാർ ഇത്തരം ഒരു MLA ഇത്തരം ഒരു പ്രാകൃതമായ രീതിയിൽ ഒരു പെൺകുട്ടിക്കെതിരെ ആക്രമിച്ചാൽ, ആ പെൺകുട്ടി ശബ്ദം ഉയർത്തിയാൽ ആ പെൺകുട്ടിക്ക് ഭയമുണ്ടായേക്കാം, ഒരുപക്ഷെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള നിയമവശങ്ങൾ മാറി നിൽക്കെ ഒരു SIക്കോ ഒരു സ്റ്റേഷൻ ഓഫീസർക്കോ കേസെടുക്കാവുന്ന രീതിയിലുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടും കേസെടുത്തിട്ടില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തില്ല. 2, ഇവിടെ രാജു എന്താ പറയുന്നത്, അദ്ദേഹത്തിന് എഴുതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതും ശരിയല്ല. കാരണം പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മകളെ പോലെ സ്നേഹിക്കുന്ന ആളടക്കം, ഈ കുട്ടിയല്ല മറ്റു പലരും ഇയാളെ അടക്കം വളരെയേറെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം KSU കാലഘട്ടത്തിന് ഇദ്ദേഹത്തിനെതിരെ ധാരാളം പരാതി ഉണ്ടായിട്ടുണ്ട് എന്ന് CPM-ന്റെ പല നേതാക്കളും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇത് വളരെ കുറേ നാളായിട്ട് ഈ തരത്തിലുള്ള ഒരു ഐക്യപ്പെടൽ മറ്റു പാർട്ടിയിലില്ലേ, അത് കാരണം ഇത് ചെയ്യുന്നില്ല എന്ന് പറയുന്നതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കൃത്യമായി ഇപ്പം എടുത്തു വെച്ചത് ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി ശബരിമല കേസിൽ വരുന്ന ഒരു എതിർ ശബ്ദത്തെ തടയുവാൻ എങ്ങനെയെങ്കിലും പറ്റുമോ? അതല്ലെങ്കിൽ 3.5 വർഷം മുമ്പ് എടുക്കേണ്ട 3.5 മാസം മുമ്പ് കേസായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വാദമുഖം. അതുകൊണ്ട് ഇരുവരും ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷിക്കുവാനും അതല്ലെങ്കിൽ ഈ കേസിനെ എങ്ങനെയെങ്കിലും നൂലാമാലൽപ്പെട്ട് മാറ്റി നിർത്തുവാനും അതുവഴി ഈ ശബരിമല പ്രശ്നം എങ്ങനെയെങ്കിലും തൽക്കാലം ശമിപ്പിക്കുവാനും ഈ ചർച്ചകൾ, ഇന്നത്തെ ചർച്ച ശരിക്കും മറ്റു രീതിയിൽ പോകേണ്ടതായിരുന്നു. അതുകൊണ്ട് ഈ ശബരിമല ഇഷ്യൂവിനെ എങ്ങനെയെങ്കിലും തടയിട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു ടാക്ടിക്സ് അതാണ് ഇവർ ശ്രമിക്കുന്നത്. ഇരു കൂട്ടരുടെയും ഇത് നേരത്തെ കേസെടുക്കേണ്ടതായിരുന്നു, ഇത് വളരെ ശക്തമായി കേസെടുക്കേണ്ടതായിരുന്നു. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഈ വിഷയം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്, നേരത്തെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതുപോലെ കോൺഗ്രസ് എന്നുള്ളത് ഒരു പ്രാകൃതമായ ഒരു കാട്ടാളക്കൂട്ടത്തിൻ്റെ ഹൈനകളുടെ ഒരു വർഗമായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണ്. നിർഭാഗ്യവശാൽ രാജുവിനെ പോലെയുള്ള ചെറിയ ആളുകൾ ഈ കേക്കിൻ്റെ മുകളിൽ ചെറി വെക്കുന്നത് പോലെ ഈ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ മാധ്യമത്തിൻ്റെ നിയന്ത്രണം അതെല്ലാം ഈ കാട്ടാള വർഗത്തിൻ്റെ കയ്യിലായി. കാട്ടാളം എന്ന് വെച്ചാൽ അവരെ പോലും അപമാനിക്കുന്ന രീതിയിലാണ്. ഈ ഇത്തരം മോശമായ മൃഗീയമായ ഒരു രീതി
സ്ഥിതിയിലായിരിക്കുന്നു. അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷിക്കണം. ഈ സംസ്ഥാനത്ത് ഏറ്റവും രാഷ്ട്രീയ അശ്ലീലമായി മാറിയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ശരി. ഇരുവരും ചേർന്നുകൊണ്ട് CPM കോൺഗ്രസിനെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ട് ശബരിമല പോലുള്ള വിഷയങ്ങളിൽ മറയാക്കിക്കൊണ്ട് ഈ ഭരണകൂടത്തിൻ്റെ അഴിമതിയെ, ഈ വലിയ കൊള്ളയെ തകർക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ മുൻപിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശരി. അതുകൊണ്ടൊന്നും ഈ വിഷയം, രണ്ട് വിഷയങ്ങളും മാറാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് മനസ്സിലായി വീക്ഷണത്തിന് മുഖ പ്രശ്നം തലക്കെട്ട് പാപം ചെയ്യാത്തവർക്ക് അല്ലരട്ടെ എന്നുള്ളതാണ്. ശരിയാണ്, പാപം കുറ്റം ചെയ്യാത്തവരായ ശിശുക്കളും പിഴവ് ചെയ്യാത്തവർ ശിശുക്കളും ശവങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പഴഞ്ചൊല്ല് പോലും ഉണ്ട്. പക്ഷേ ആ പാപങ്ങൾക്ക്, ആ പണികൾക്കൊക്കെ ഒരു സീമയുണ്ട്, ഒരു പരിധിയുണ്ട്, ഒരു മര്യാദയുണ്ട്. അതിന് സകല മര്യാദയും ലംഘിച്ച് ധാർമ്മികതയെ മൊത്തം കുഴിവെട്ടി മൂടി അതിൻ്റെ മുകളിൽ നിന്ന് ശാസ്ത്രമംഗലത്തിന്റെ വക്കീൽ വാദങ്ങൾ പറഞ്ഞാൽ അത് മതിയാവില്ല. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.